السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار. وأشهد أن لا إله إلا الله الواحد القهار. وأشهد أن محمدا عبده ورسوله النبي المختار. وعلى آله الأطهار وأصحابه الأبرار. حسبنا الله ونعم الوكيل. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو تقول علينا بعض الأقاويل لأخذنا منه باليمين ثم لقطعنا منه الوتين. إليك يا ربي قد وجهت حاجاتي وجئت ببابك يا ربي برعباتي. أنت العليم الذي يجري الضمير به يا عالم الغيب علام الغيوبات. قل الهوائج لي ربي ولست أرى سواك يا ربي. من قال لي حاجاتي قال لي حاجاتي. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, അതിലുപരി ഈ ചൊവ്വല്ലൂരിൻ്റെ ഗ്രാമാന്തരീക്ഷത്തിൽ ഉച്ചഭാഷണിയിലൂടെ ഈ സദസ്സിന് പുറത്ത് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഏവരോടും ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ,
അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 2 മാസങ്ങൾക്ക് മുമ്പ് മസ്ജിദു തൗഹീദ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഭവനം ഇവിടെ ഈ നാട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ പള്ളി ഇവിടെ ജനങ്ങളിലേക്ക് എത്തുകയും അവിടെ ആരാധനാ മുറകൾ പ്രവാചക ചര്യ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അതിനോടുള്ള അമർഷവും വിദ്വേഷവുമാണ് സത്യത്തിൽ ഈ നാട്ടിൽ പിന്നീട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമസ്തയുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് വന്ന മറുപടികൾ. കാര്യമായും ഒരു പള്ളി ഉദ്ഘാടനത്തിൻ്റെ പ്രഭാഷണം നടക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ആ പള്ളിയുടെ മഹത്വവും അവിടെ അനുവർത്തിക്കേണ്ട കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരിക്കാം. പക്ഷേ ആ വാദിൻ്റെ പ്രധാന ഉദ്ദേശം ഈ പള്ളിയുടെ കാര്യമല്ല, ആ പള്ളിയിലേക്ക് ആളുകൾ പോകരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ധ്വനിയായിട്ട് ഇവിടെ കടന്നു വന്നത്. അതിനുവേണ്ടി സ്വാഭാവികമായും കെ സമസ്തയുടെ ഒരു പള്ളി നാട്ടിൽ പൊന്തി വന്നപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ എപ്പിക്കാരനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കടന്നു വരാൻ. എന്നിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് ജനങ്ങളോട് നസീഹത്തോടു കൂടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ബാനറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ചകൾ വന്നപ്പോൾ പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജുകൾ അയച്ചു. പേരോടിന് മനുഷ്യന്മാരും മറുപടി പറയും. അപ്പം ഞാൻ പറഞ്ഞു, മുജാഹിദുകൾക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, പേരോടുള്ളടുത്ത് വേരോട്ടം. അതുകൊണ്ടാണ് പേരോട് നന്നാവാനല്ല, നാട്ടുകാർക്ക് സത്യം മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം. നിങ്ങൾ നോക്കി, എൻ്റെ വാട്സപ്പിൻ്റെ PM വന്ന മെസ്സേജുകളിൽ കുറേ മെസ്സേജുകൾ അതാണ്. പോസ്റ്റർ കണ്ടിട്ട് പലരും അയച്ചതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ മാനദണ്ഡത്തിൽ. ഇവിടെ ആ വിഷയത്തിലേക്ക് തന്നെ കടക്കാൻ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ച് താറടിച്ച് കാണിച്ച് പരിഹസിച്ച് കുറെ ക്ലിപ്പിട്ട് കാണിച്ച് ചിരിപ്പിച്ചൊരു കോമഡി ഷോ നടത്തി തിരിച്ചു പോകാൻ വന്നവരല്ല ഞങ്ങൾ. മറിച്ച് ജീവിതത്തിൻ്റെ ചില അർത്ഥതലങ്ങളുണ്ട്. പരിപൂർണമായി ഒറ്റപ്പെടുന്നൊരു നിമിഷമുണ്ട്. എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം മനുഷ്യന്റെ മുമ്പിലൂടെ കടന്നു വരാനുണ്ട്. അന്നിന്റെ ലോകത്തിലൂടെ കടന്നു വന്നാൽ അന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എൻ്റെ ശരീരമേ എന്ന് മാത്രം മനുഷ്യൻ വിലപിച്ചു പോകുന്ന ഒരു കാലഘട്ടം മുന്നിൽ വരാറുണ്ട്. അന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും ഒരാളുടെയും സ്വാധീനങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഒരാളും കൂടെ നിൽക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കരളിൻ്റെ കഷ്ണമായ അള്ളാഹിൻ്റെ മുത്ത് റസൂലിൻ്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ലോകത്തിന്റെ മുത്ത് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഫാത്തിമ കിതഅതു കബദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ അതേ ഫാത്തിമ ബീവിയോട് പറയാ, സലീമിൻ മാലി, വാപ്പാടെ സ്വത്തിൽ നിന്ന് മോളെ ഫാത്തിമ നീ ചോദിച്ചോ, എനിക്ക് നൽകാൻ കഴിയാവുന്നതൊക്കെ നിനക്ക് നൽകാം. പക്ഷേ ഇൻകദീ നഫ്സക മിനന്നാർ, പൊന്നുമോളെ നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണേ മോളെ. അങ്ങനത്തെ ഒരു ലോകം വരാനില്ലേ? ഒരാളും ഒരു ശരീരത്തിന് പോലും ഉപകാരപ്പെടാത്ത വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ. യൗമ, ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വരാനുണ്ട്. ഒരു ശരീരവും മറ്റൊരു ശരീരത്തിന് യാതൊരുവിധ ഉപകാരവും ചെയ്തു തരാൻ കഴിയാത്ത ദിവസമാ. ഒരു റെക്കമെൻഡോ ഒരു ശുപാർശയോ പോലും നടക്കപ്പെടാത്തൊരു ദിവസം നിങ്ങളുടെ മുന്നിൽ വരാനുണ്ടെങ്കിൽ ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്ത ചില വിഷയങ്ങൾ ആകെ ആ പ്രസംഗം മുഴുവൻ ഇരുന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി രണ്ട് കാര്യം മാത്രമാണ് പേരോട് ഉസ്താദ് അതിൽ സത്യം പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ
അദ്ദേഹം പറഞ്ഞു, പ്രവാചകചര്യ പിന്തുടരുന്ന ഒരു മുസ്ലിം ആയാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യല്ല. നല്ലൊരു സത്യ പറഞ്ഞേ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഞാൻ സാധുവായ പാപിയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു സത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നബിചര്യ പിന്തുടർന്നാലാണ് യഥാർത്ഥമായ മുസ്ലിം ആകൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിലാണെന്നറിയോ? ആ നബിചര്യയുടെ മാതൃകയില് മഹാനായ ഇമാം നവവി, ഇമാം സുന്ന, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് എടുത്തുകൊണ്ട്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നതായി എങ്ങനെ നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ട്, ആ ഹദീസിന് ഇമാം അവറുകൾ അവിടുന്ന് വ്യാഖ്യാനം പറഞ്ഞത് എന്താണെന്നറിയോ? വകാന യഖ്തുബു ബിൽ അറബിയ്യ, അല്ലാഹുവിന്റെ റസൂൽ അറബിയിൽ മാത്രമാണ് ഖുത്ബ നടത്തിയത്. പിന്നെ മലയാളത്തിൽ പറഞ്ഞ വ്യാഖ്യാനം എന്താണെന്നറിയോ? അറബിയല്ലാത്തൊരു ഖുത്ബയും ശരിയല്ല. അറബിയല്ലാത്ത പള്ളിയിലെ മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ ജുമഅക്ക് പോയിട്ട് ജുമഅ നിങ്ങൾ ബാത്തിലാക്കണ്ട. ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇമാം നവവി ആരാണെന്നറിയോ? അദ്ദേഹത്തിന്റെ തൊപ്പി ഒരു കള്ളൻ മോഷ്ടിച്ചു പോയപ്പോ ആ കള്ളനെ പിടിക്കാനല്ല, ആ കള്ളൻ ശിക്ഷിക്കപ്പെടല്ലേ എന്ന വേദനയോടുകൂടെ മനസ്സ് വേദനിച്ച മഹാനായ പണ്ഡിതനാ. വിളക്കില്ലാത്ത, ട്യൂബില്ലാത്ത, ജനറേറ്റർ ഇല്ലാത്ത കാലഘട്ടങ്ങളിലൂടെ വിളക്കിന്റെ വെളിച്ചങ്ങളിലൂടെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കങ്ങ് അടഞ്ഞുപോയി. അവിടത്തെ കയ്യങ്ങ് പ്രകാശിക്കുകയാ. അങ്ങനത്തെ മഹാനായ പണ്ഡിതനാ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ പ്രിയമുള്ളവരെ, അത് പറഞ്ഞു കേട്ട നമുക്ക് തോന്നും നമ്മളൊക്കെ ഇമാം നവവീനെ തള്ളിക്കളയേണ്ട ആൾക്കാരാണ്. ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങൾ അംഗീകരിക്കുന്ന ഇമാമാണ്. ഇമാം നവവിയുടെ മഹത്വത്തിലൊന്നും നമുക്ക് ആർക്കും അഭിപ്രായ ഭിന്നത ഇല്ല. പക്ഷേ അദ്ദേഹം ഇതുകൊണ്ട് സമർത്ഥിക്കാൻ നോക്കി എന്തെന്നറിയോ? ഖുത്ബ അറബിയിലല്ലാത്ത ഭാഷയിൽ നടത്തിയാൽ അതിന് മൂപ്പര് ഒന്നാമത്തെ തെളിവ് പറഞ്ഞെന്താ അറിയോ? മക്കയിലും മദീനയിലും നോക്കിക്കോ നിങ്ങള്, മക്കയിലും മദീനയിലും ഒരുപാട് ആളുകൾ ഇതാ ജുമഅക്ക് വേണ്ടി വരികയാണ്. ഒരുപാട് ഭാഷക്കാരായ ആളുകൾ അവിടെ ജുമഅക്കുണ്ട്. പക്ഷേ അവിടെ ഖുത്ബ നടക്കുന്നത് അറബിയിലാ. അറബിയല്ലാത്ത ഭാഷയിലൂടെ ഖുത്ബ നടത്തൂല്ല. മക്കയിലും മദീനയിലും ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നടക്കൂല. ഒരുപാട് ഭാഷക്കാർ അവിടെ ഉള്ളതല്ലേ. പ്രിയമുള്ളവരെ, മക്ക മദീന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പേരോടന് കുറച്ച് നാദാപുരം മുതൽ പിടികൂടിയൊരു വിഷയമാണ് മക്ക മദീന. അവിടെ ഹുസൈൻ സലഫീനായിട്ട് ഖണ്ഡനം നടത്തപ്പോൾ മക്ക മദീന ശരിക്കും പടിഞ്ഞു. കാരണം സലഫി എന്ന് ചോദിച്ചു, മക്കയിൽ ആണ്ടുണ്ടോന്ന്. ആ മൂപ്പര് പറഞ്ഞു, ആണ്ടുണ്ട്. ആരുടെ ആണ്ടാൻ? ഇബ്രാഹിം നബിയുടെ ആണ്ടുണ്ട്. പിന്നെ വെച്ച് കൊടികുത്ത് നേർച്ചുണ്ടോ? എല്ലാ രാജ്യത്തിൻ്റെയും കൊടി അവിടെ കുത്തുന്നുണ്ട്, അതുകൊണ്ട് അതൊക്കെയാണ് കൊടികുത്തി നേർച്ച. അതിവിടെ വന്നപ്പോൾ മൂപ്പര് തിരുത്തി. ഉറൂസിന്റെ കാര്യമൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു, 75 ആനകളൊന്നും കൊണ്ടുവരരുത്, പകരം 75 തങ്ങന്മാരും 75 ഉലമാക്കളൊക്കെ കൊണ്ടുവരാ, അല്ലാതെ 75 ആനകളൊന്നും കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ പ്രിയമുള്ളവരെ, മക്കയിലും മദീനയിലും അറബിയെല്ലാം നടക്കണ്ടോന്ന് അറിയോ നിങ്ങൾക്ക്? അവിടുത്തെ ഭാഷ ഏതാണ്? അറബിയാണ്. അതുകൊണ്ട് അവർ അറബിയിൽ നടത്തും. എന്നാൽ സൗദി ഗവൺമെന്റിന്റെ കീഴിലൂടെ ത്വായിഫിന്റെ മണ്ണിലെ മലയാളികൾ ഒരുമിച്ച് കൂടുന്ന ഒരു പള്ളിയുണ്ട്. മക്കയിൽ നിന്ന് 74 കിലോമീറ്റർ അപ്പുറമാ. ആ ത്വായിഫിന്റെ മണ്ണിലോ സൗദി ഗവൺമെന്റിന് കീഴിലോട് മലയാള ഖുത്ബ നടക്കുന്ന പള്ളിയുണ്ട്. പേരോടെ മലയാള ഖുത്ബ നടക്കുന്ന മിമ്പറുണ്ടേ. പ്രിയമുള്ളവരെ, ആ നാട്ടിലെ ആളുകൾക്കുള്ള ഭാഷയിലാണ് അവിടെ ഖുത്ബ നടന്നതെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണേ. അറബിയിലൂടെ ഖുത്ബ വേണമെന്ന് വാശി പിടിക്കാ
ഇവിടെ ഉദ്ധരിച്ച തെളിവെന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസൗ ഇലാ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ ജുമഅക്ക് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസികളെ ഫസൗ ഇലാ ദിക്രില്ലാഹ്, ആ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിലൂടെ പോകണേ. അപ്പൊ ജുമഅ ഖുത്ബ എന്ന് പറഞ്ഞാൽ ദിക്റാൻ. ദിക്റാരെങ്കിലും മലയാളത്തിൽ ചൊല്ലോ? ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറഞ്ഞു മലയാളത്തിലല്ലല്ലോ. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ പറഞ്ഞത് മലയാളത്തിലല്ലല്ലോ. എന്നാൽ നിങ്ങൾ നോക്കിക്കോ, നേരത്തെ മഹത്വം പറഞ്ഞു പോയ ഇമാം നവവിയില്ലേ, അവിടെ ഇതാ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ കണ്ട കിതാബ് മുഴുവനായി കണ്ടോ? ശറഹ് മുഹദ്ദബിലോട് ഇമാം സുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, മഖ്സൂദുൽ ഖുത്ബത്തി അൽ വഅലു. ഖുത്ബ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നറിയോ? അൽ വഅലു, അൽ വഅലു. വഅല് പറയണവരല്ലേ? എന്താ വഅല്? ഉപദേശം കൊടുക്കലൻ. സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചെല്ലണ പോലെ മാത്രമല്ല. ഖുത്ബയുടെ ഉദ്ദേശം എന്താണ്? വഅലാണ്. ശറഹ് മുഹദ്ദബ് 4-ാം വോളിയം 521-ാമത്തെ പേജിലോട് ഇമാം സുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. ഇനി നോക്കിക്കോ, അത് ദിക്ർ മാത്രമല്ല എന്ന് പള്ളി ദർസുകളിലൂടെ ആദ്യം മോദി പഠിക്കുന്ന 10 കിതാബില്ലയോ, ആ 10 കിതാബിലൂടെ പറയാണ് വതകൂനുൽ ഖുത്ബത്തി ബലീഅതൻ ഖരീബതൻ മിനൽ ഫഹ്മി. ഏറ്റവും വേഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലൂടെയാണ് ഖുത്ബ ഉണ്ടാകേണ്ടത് എന്ന് 10 കിതാബിന്റെ 86-ാമത്തെ പേജിലൂടെ പറയാ. അപ്പൊ സുബ്ഹാനല്ലാഹ് ചെല്ലുന്ന പോലെയല്ല, ആളുകൾക്ക് കൊടുക്കേണ്ട ഉപദേശമാണ്. അത് ആളുകൾക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതികളിലൂടെ കടന്നു പറയണമെന്നാണ്. പിന്നെന്താണെന്നറിയോ? ഇവിടെ പറഞ്ഞ ദിക്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദിക്ർ അറബിയിലാവണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പള്ളിയിൽ ഓതുന്ന ഖുത്ബ എന്താണ്? ഏത് ഖുത്ബയാ നമ്മുടെ പള്ളിയിൽ ഓതാം? ഹിജറ 370 കാലഘട്ടങ്ങളിലൂടെ ഈജിപ്തിലൂടെ ജീവിച്ചിരുന്ന മഹാനായ ഒരു പ്രാസംഗികനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളാണ് നമ്മുടെ പള്ളിയിൽ ഓതുന്ന ഖുത്ബ. അതിന്റെ പേര് നബാത്തിയ ഖുത്ബ എന്ന് നമ്മൾ വിളിക്കുന്ന ഖുത്ബയാണ്. ആ ഖുത്ബയിൽ നമുക്ക് ദിക്റും മനസ്സിലായിട്ടില്ല, ആ ഖുത്ബയിൽ നമുക്ക് എന്താണ് വഅലെന്ന് മനസ്സിലായിട്ടില്ല, ആ ഖുത്ബ എന്ന് പെട്ടെന്ന് കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല. കാലങ്ങളായി ചൊവ്വല്ലുപടിയിൽ ഖുത്ബക്ക് പോണവരെ എന്താ വെള്ളിയാഴ്ചയുടെ ഖുത്ബ നമ്മൾ പഠിച്ചത്? നമ്മൾ പറയും അൽഹംദുലില്ലാഹ് അൽ കരീമിൽ മഅബൂദ് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹുർ റഹീമുൽ മഹ്മൂദ്. അതൊക്കെ ബൈ ഹാർട്ടാണ്. എന്താ പറഞ്ഞേ നമുക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല ഖുത്ബയിലൂടെ. ഇല്ലല്ലോ. ഞാൻ പറയുന്നതാണോ അല്ലേ നിങ്ങൾ ആലോചിച്ചൊക്കെ. എങ്ങനെ നമ്മൾ ജുമക്ക് പോവാം? പള്ളിയുടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഖത്തീബ് ആത്മാർത്ഥമായിട്ട് ഖുത്ബ നടത്തുന്നുണ്ട്. 1-ാമത്തെ സഫിൽ മുൻനിരയിൽ പ്രായം വന്ന കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് ഖത്തീബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. എന്താ പറയണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ. പിന്നെ കുറച്ച് പക്വതയുള്ള പിന്നെ ഒരു മിഡിൽ ഏജുള്ള ആളുകളൊക്കെ ബാക്കിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടാവും. അവർ കച്ചവടത്തിൻ്റെയും ജോലിയുടെയും തിരക്കിൻ്റെ ഇടയിൽ വെള്ളിയാഴ്ച ജുമക്ക് വന്ന് ഫാനിൻ്റെ ചോട്ടിൽ സുഖമായിട്ട് തൂങ്ങിയിരുന്ന് ഉറങ്ങുന്നുണ്ടാവും. പിന്നെ ഫസ്റ്റ് ഫ്ലോറാണ്. അവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ യൂട്യൂബ് ബ്ലൂടൂത്ത് എക്സെൻഡർ സംഭവങ്ങളും ബഹളവും അതൊക്കെ. പിന്നെ എല്ലാവരും ഐക്യപ്പെടേണ്ട ഒരു രംഗം ആണ് അറിയോ നിങ്ങൾക്ക്? അതാണ് ആമീൻ. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇതല്ലേ സത്യത്തിൽ നമ്മുടെ പള്ളി നമുക്ക് കിട്ടിയ കാര്യം. എന്താ പറയുന്നത് മനസ്സിലായിട്ടില്ല. അതിൽ ഏറ്റവും വലിയ തെളിവാൻ പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് മാസത്തിലെ ഖുത്ബ പരിശോധിച്ചോ നിങ്ങള്? ആ നബാത്തിയ ഖുത്ബയിലെ ദുൽഹജ്ജ് മാസത്തിലെ 2-ാമത്തെ ഖുത്ബയിലാ പറയുന്നൊരു വാചകമുണ്ട്. നാളെ അറഫയാണ്. അറഫ പറഞ്ഞു കൊടുക്ക ജനങ്ങളോട്. ഏറോ മാസങ്ങളിലൂടെ 4 ഖുത്ബകളാണ്. ചില മാസങ്ങളിൽ 5-ാമതൊരു ഖുത്ബ കാണാം. ചില മാസങ്ങളിൽ 5-ാമത് വെള്ളിയാഴ്ച വന്നാൽ ഓതാനുള്ള ഖുത്ബയായി 5 ഖുത്ബകൾ കാണാം.
പള്ളിയുടെ മിമ്പറിന്റെ മുകളിലൂടെ വെച്ചിട്ടുള്ള മൗലിദ് കിതാബ് പോലെയുള്ള ഖുത്ബയുടെ കിതാബ് എടുത്തൊന്ന് നോക്കിക്കോ. അതിൽ നബാത്തിയ ഖുത്ബയില് രണ്ടാമത്തെ മാസമാണ് ദുൽഹജ്ജ് മാസത്തില് അറഫയുടെ പ്രയോഗം നടത്തിയതെങ്കിൽ 5 കൊല്ലം മുമ്പ് കേരളത്തിൽ ദുൽഹജ്ജ് 1 വന്നത് ശനിയാഴ്ചയാണ്. ഒന്നാമത്തെ വെള്ളി ദുൽഹജ്ജ് 7, രണ്ടാമത്തെ വെള്ളി ദുൽഹജ്ജ് 14. അന്ന് മിമ്പറുകളിലൂടെ ഖത്തീബുമാര് പറഞ്ഞു വഅദയ്യോമ അറഫാത്ത്, നാളെ അറഫയാണേ. ആ മൊയിലാര് പോലും ദുൽഹജ്ജ് 9 നോമ്പെടുത്തതാണ്. ഹജ്ജാജിമാര് ജംറകൾ കയറി കഴിഞ്ഞ് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറാൻ തുടങ്ങുമ്പോ കേരളത്തിന്റെ പള്ളി മിമ്പറുകളിലൂടെ വരുന്നത് വഅദയ്യോമ അറഫാത്ത്. ഇനി റബിയുൽ അവ്വൽ വരൂല്ലേ, നാട് മുഴുവനും അരങ്ങ് തകർത്തിട്ട് ടോപ് തകർത്തിട്ട് മസ്ജിദിന്റെ ഉള്ളിലൂടെ ഖുത്ബക്ക് വേണ്ടി പോയിരിക്കുന്നവരെ സന്തോഷത്തിന്റെ മാസമാ, ആനന്ദത്തിന്റെ മാസമാണെന്ന് ജനങ്ങളോട് വാദ പറയുന്ന ഉസ്താദുമാർ പള്ളികളിലൂടെ മിമ്പറിലൂടെ ഖുത്ബയിലൂടെ ജനങ്ങളോട് പറയുന്നത് എന്താ? ഏത് കണ്ണാടോ കരയാത്തത്, ഏത് കുന്നത കുലജാതന തലയുയർത്താൻ കഴിയാ റസൂലുള്ളാഹിന്റെ വഫാത്താ. ജനങ്ങളെ കരയേണ്ട മാസമാ, കരയേണ്ട മാസമാ. അങ്ങനല്ലേ? നിങ്ങൾക്കറിയോ, ജീവൻ ടിവിയിൽ ഇന്റർവ്യൂ ഇങ്ങനെ നടക്കുകയാണ്. ആരാന്നറിയോ? തെക്കൻ ജില്ലക്കാരൻ ചറയൻകീഴുകാരൻ നൗഷാദ് ബാക്കവി. ഖുത്ബ മാതൃഭാഷയിലായി കഴിഞ്ഞാൽ ശരിയാവും. ആ മുപ്പരന് ഫർള അറബിയിലായാൽ മതി, ബാക്കിയുള്ളത് കുഴപ്പമില്ല. മുപ്പരന്റെ അഹ്ലുസുന്നത്ത് പുറത്ത. ഇനി 50,000 30,000 നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങൾ ആലോചിച്ചോക്കെ പ്രിയമുള്ളവരെ. മാത്രമല്ല ആ ഖുത്ബയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വ്യാഖ്യാനം ഇതാ. ഹദീസ് നോക്കിക്കോ, സ്വഹീഹുൽ ബുഖാരിയാ, ഖലീൽ ബുഖാരി അല്ല, സ്വഹീഹുൽ ബുഖാരി. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് വരുന്ന ഹദീസാണ്. ഖുത്ബത്താനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ഖുത്ബത്താനി റസൂലുള്ള 2 ഖുത്ബയാണ് നടത്തുക. യജ്ലിസു ബൈനഹുമാ, 2 ഖുത്ബയിലൂടെ ഇടയിലൂടെ പ്രവാചകനും ഇരിക്കാറുണ്ട്. യഖറഉൽ ഖുർആൻ, പ്രവാചകൻ ഖുർആനോദും. വയുദക്കിറുൻ നാസ്, ജനങ്ങളോട് ഉത്ബോധനം കൊടുക്കുകയാണ് പ്രവാചകന്റെ ഖുത്ബ. ആ പ്രവാചകൻ ഉത്ബോധനം കൊടുക്കുകയാണ്. ഈ ഹദീസുകളിലൂടെ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ഖുത്ബയുടെ മര്യാദ നമ്മൾ മനസ്സിലാക്കിയവരാണ്. ഖുർആനായ തോതി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധനം നടത്താൻ ഇതേ ഹദീസ് തന്നെ ശറഹ് മുസ്ലിമിലൂടെ കടന്നു വരുന്നു. സ്വഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയപ്പോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ ഫീഹി ദലീലുൽ ശാഫിഈ ഫീ അന്നഹു യുശ്തറതു ഫിൽ ഖുത്ബത്തിൽ വഅദ് വൽ ഖുർആൻ. പേരോടെ സുബ്ഹാനല്ലാഹ് പോലെ ദിക്റാണെന്ന് പറഞ്ഞ് തകർത്ത കയ്യിൽ തന്നത് മഹത്വം പറഞ്ഞ ഇമാം നവവി തന്നെയാ. ഈ ഹദീസിന്റെ വ്യാഖ്യാനമാണ് യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതും, വയുദക്കിറുൻ നാസ്, ജനങ്ങളോട് ഉത്ബോധനം നടത്തുമെന്ന് പറഞ്ഞില്ലേ? ഫീഹി, ആ ഹദീസില് ദലീലുൽ ലിശാഫിഈ, ഷാഫിഈകൾക്ക് അതിൽ തെളിവെന്താണെന്നറിയോ? ഫീ അന്നഹു യുശ്തറതു, അതിൽ ഷർത്താക്കപ്പെടുന്നത്, ഫിൽ ഖുത്ബത്തി, ഖുത്ബയിൽ ഷർത്താക്കപ്പെടുന്നതാണ് അൽ വഅദ് വൽ ഖുർആൻ, ജനങ്ങളോട് ഉത്ബോധനം കൊടുക്കല്, ഖുർആൻ ഓതലാണ്. ഖാല ഷാഫിഈ, ഷാഫി ഇമാം പറയാണ്, ലാ യസിഹുൽ ഖുത്ബതാനി ഇല്ലാ ബിഹംദില്ലാഹി തആല, അല്ലാഹുവിനോട് ഹംദ് ചെയ്താലല്ലാതെ ആ ഖുത്ബകൾ സ്വഹീഹാവുകയില്ല. വസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും വേണമെന്നാണ്. ഇതൊക്കെ മസ്ജിദ് തൗഹീദിൽ ഇല്ലേ? ഇല്ലേ? ഹംദ് ചൊല്ലിയിട്ടല്ലേ തുടങ്ങണേ? സ്വലാത്ത് ചൊല്ലണില്ലേ? ജനങ്ങളോട് ഉപദേശം കൊടുക്കണില്ലേ?
ഇല്ലേ? ഇനി മാത്രല്ല, ബുഖാരിയിലെ സ്വഹീഹുൽ ബുഖാരിയിലെ 930-31 ഹദീസുകളും നോക്കണേ. നോക്കി, 2 ഹദീസ്, ഒന്നില് ജാ, ഒന്നില് ദഖല, അങ്ങനത്തെ 2 വ്യത്യസ്തമായ പ്രയോഗം വന്നേ ഉള്ളൂ. നോക്ക് നിങ്ങള്, ദഖല റജുലുൻ യൗമൽ ജുമുഅ, ഒരു മനുഷ്യൻ ഇതാ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ പ്രവേശിക്കുകയാണ് പള്ളിയില്. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാ. ആ സന്ദർഭത്തിലോ ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്, നമസ്കരിക്കാതെ. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കണ്ട, നീ നമസ്കരിച്ചോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല. മുത്ത് റസൂൽ പറഞ്ഞു, ഖും ഫസല്ലി റകഅതൈൻ, എഴുന്നേറ്റ് 2 റകഅത്ത് നീ നമസ്കരിക്ക്. അല്ലാഹുവിന്റെ റസൂൽ വെള്ളിയാഴ്ച ഖുതുബ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കാൻ. അപ്പൊ ഒരാൾ പള്ളി കയറി വന്ന് അയാൾ അവിടെ ഇരുന്നു. 2 ഹദീസില് 930, 931 ലഫ്ദിലെ ചെറിയ പദം രണ്ടും സംഭവം ഒന്നാണ്. ജാബർ റളിയല്ലാഹുവിൽ നിന്നാണ് ഹദീസ് വരുന്നത്. അപ്പൊ ആള് വന്നിട്ട് നേരെ പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിസ്കരിച്ചോ? ഇല്ല. എങ്കിൽ എഴുന്നേറ്റ് 2 റകഅത്ത് നിസ്കരിക്കുന്നു. നമ്മുടെ പള്ളിയിൽ ഇവിടെ അൽഹംദുലില്ലാ അങ്ങനെ തകർക്കാണ് നബാത്തിയ ഖുതുബ. അപ്പൊ ഒരു പോക്കർ ഇങ്ങനെ കയറി വരാ പള്ളിയിൽ. അപ്പൊ ഉസ്താദ്, യാ പോക്കർ ഹൽ സല്ലൈത, പോക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. വേണ്ട യാ പോക്കർ ഹൽ സല്ലൈത. അപ്പൊ പോക്കർ ആലിക്ക, പഠിച്ചോൻ എന്നെ തന്നെയല്ലോ നോക്കണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിന്റെ അർത്ഥം ഖുതുബ സുബ്ഹാനല്ലാഹ്, മനസ്സിലാവുണ്ടോ? ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്. അവിടെ പ്രവാചകൻ, ആ സംസാരങ്ങൾക്കനുസരിച്ച് പ്രവാചകന് ഭാവമാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. നോക്കേ, സ്വഹീഹ് മുസ്ലിമിലാണ് 862 ഹദീസാൻ. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിയാൽ ഇഹ്മറത്ത് ഐനാ, റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ഇങ്ങനെ ചുവന്നു തുടിക്കാറുണ്ട്. മാത്രമല്ല വഅലാ സൗതഹു, ആ റസൂലുള്ളാഹിന്റെ ശബ്ദം ഉയരാറുണ്ട്. വസ്തദ്ദ അലബഹു, പ്രവാചകന്റെ കോപം കഠിനമാകാറുണ്ട്. ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷ, ഒരു സൈന്യത്തോട് തന്റെ സൈന്യാധിപൻ നിർദ്ദേശം കൊടുക്കുന്ന പോലെ ഗൗരവത്തോടുകൂടെ പ്രവാചകൻ പറയാറുള്ള വാക്കുകളുണ്ട്. റസൂലുള്ളാഹിന്റെ ഖുതുബ അങ്ങനെയാണ്. നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മുടെ ഖത്തീബിനൊന്നും ഒരേ ഭാവം മാറ്റില്ല. നമുക്ക് എന്താ ഖുതുബ എന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്താന്ന് വിചാരിക്കണ്ട. നമ്മുടെ നാട്ടിലെ സാധാരണ ഒരാൾ എങ്ങനെയുണ്ട് നമ്മുടെ ചൊവ്വലുപ്പടിയിലെ ഖത്തീബ്? മാഷാ അല്ലാഹ്, സൂപ്പർ ഖത്തീബ്. എന്തേ മൂപ്പര് അൽഹംദുലില്ലാ എന്നങ്ങോട്ട് പറഞ്ഞ നല്ല നീട്ടലാണ്, നല്ല ഈണാണ്, നല്ല കൂറ്റുണ്ട് എന്ന്, അങ്ങനെയല്ലേ പറയാ? മറ്റേ ഖത്തീബ് അത്ര പോരാ, മൂപ്പരെ ശബ്ദമൊന്നും അത്ര ശരിയല്ല. നമ്മളെ ഖത്തീബിനെ വിലയിരുത്തിയ മാനദണ്ഡം അതാണ്. എനിക്കെന്താ ഖുതുബയിൽ നിന്ന് കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. ഞാൻ എന്താ വെള്ളിയാഴ്ച പോയി നേടിയത്? ഒന്നും നേടിയിട്ടില്ല. ഞാൻ കുറച്ച് ദിക്ർ ചെല്ലാൻ പോയതാ പള്ളിക്ക്, അങ്ങനെ പറയാ? ഇല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഖുതുബയുടെ മാനദണ്ഡത്തിൽ. ഇനി ഇവിടെ പറഞ്ഞ അറബി ഖുതുബ അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ? ഷാഫി മദ്ഹബിന്റെ വിശ്വാസം എന്താ അതില്? നിങ്ങൾ ആലോചിച്ച്, അൽ മദാഹിബുൽ അർബ എന്ന് പറഞ്ഞ 4 മദ്ഹബിന് ചർച്ച ചെയ്യുന്ന കിതാബുണ്ട്. ഇവിടെ തള്ളാൻ പറ്റുമോ ഉസ്താദ്മാർക്ക്? അതില് ഷാഫിയാക്കളുടെ അഖീദ പറഞ്ഞെന്താ? ഷാഫിയാക്കളെ പറയാൻ അന്തകൂന അർക്കാനൽ ഖുതുബത്തി അറബാ ഇദാ കാനൽ ഖൗമ അറബാ, മുന്നിലിരിക്കുന്ന സമുദായങ്ങളുടെ അറബികളാണെങ്കിൽ ആ ഖുതുബയുടെ റുക്നുകൾ അറബിയിലാകൽ നിർബന്ധമാണ്. വഇൻ കാനൂ അജമാ, അവരിനി അറബികളല്ല അനറബികളാണ് ഖുതുബ കേൾക്കുന്നതെങ്കിൽ അവിടെ നോക്കണേ, അറബി പോലും, റുക്കിന് പോലും അറബിയിലാവലോ നിർബന്ധമില്ല. റുക്കിനുകൾ പോലും അറബിയിലാവല നിർബന്ധമില്ല. നോക്കണേ, അൽ മദാഹിബുൽ അർബഇയിലോ ഷാഫിയാക്കളുടെ ഹുക്മ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചൊവ്വല്ലൂപ്പടി പള്ളിയിൽ മസ്ജിദ് തൗഹീദിലെ റുക്കിന് അറബിയിലല്ലേ നടത്തുന്നേ? ആണ്. റുക്കിനുകൾ അറബി തന്നെയാ നടത്തുന്നേ. ജനങ്ങളോട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഷാഫിയാക്കളുടെ വിശ്വാസപ്രകാരം ആ ഖുതുബ അറബിയിലാകൽ നിർബന്ധമില്ല.
ഇനി നിങ്ങൾ നോക്കി, ഇവിടെ പേരിന്റെ വാലറ്റത്ത് റഹ്മാനി ബിരുദം വെച്ച് നടക്കണവരില്ലേ? ഇവിടത്തെ കോഴിക്കോടിന്റെ പേരോടിന്റെ നാടിനടുത്തുള്ള കടമേരി റഹ്മാനിയല്ല, തമിഴ്നാട്ടിലെ റഹ്മാനി ബിരുദം മേടിക്കുന്ന ആ റഹ്മാനി ബിരുദം മേടിക്കോളൂ ഉസ്താദുമാർ ഏത് ഖുത്ബ കേട്ടിട്ടാ വളർന്നു വരുന്നേ? തമിഴ് ഖുത്ബയാണ്. ഏയ് തൃശ്ശൂരുകാരെ, കൊക്കാരയിലുള്ള ഹനഫി പള്ളിയിൽ ഏത് ഖുത്ബയാ ഞങ്ങൾ കേൾക്കുന്നേ? ജുമ ബാത്തിലായോ? എന്റെ ഹനഫി ഇമാമിന് വിവരമില്ലാണ്ടായോ? പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ, സമുദായം അനറബികളാണെങ്കിൽ അവരോട് റുക്നുകൾ പോലും അറബിയിൽ നടത്തൽ നിർബന്ധമില്ല എന്നാണ് ഷാഫിയാക്കളുടെ വിശ്വാസമെന്ന് അൽ മദാഹിബുൽ അർബഇയ്യയിലൂടെ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞു, ഖുത്ബകള് അത് വെറും കേവലം ഒരു ദിക്റല്ല. ആളുകൾക്ക് മനസ്സിലാക്കപ്പെടണം, ആളുകൾ നന്നാവണം. ഓരോ ഖുത്ബകളിലൂടെ വന്നിരിക്കുമ്പോ പ്രിയമുള്ളവരെ, പശ്ചാത്തപിക്കുന്ന മനസ്സോടുകൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ, ഒരു ഇൽമ കിട്ടിയെന്ന സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റ് പോവാ, ജീവിതത്തിലൂടെ പരിവർത്തനങ്ങളെ സൃഷ്ടിക്കപ്പെടാൻ. അതല്ലേ ഖുത്ബകൾ സംഭവിക്കുന്നേ? നമ്മൾ അതിൻ്റെ എല്ലാ സോഴ്സുകളും എല്ലാ പഴുതുകളും നമ്മൾ അടച്ചു വെക്കാൻ. എന്നിട്ട് നമ്മൾ പറയും ആ ഖുത്ബ അറബിയിലല്ലാതെ പറ്റൂല എന്നുള്ള വാശിയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ. അത് മാത്രമല്ല പിന്നെ ഇവിടെ വന്നിട്ട് മുപ്പര് പറഞ്ഞെന്താ അറിയോ? ആ പ്രവാചകന്റെ പാരമ്പര്യത്തെ പിന്തുടരണ അടുത്ത പോയിന്റ് പറഞ്ഞെന്താ അറിയോ? പൈസ കൊടുത്താൽ ആരുടെ സ്വാധീനവും കിട്ടും. അതിന്റെ പിന്നിലൊക്കെ വളഞ്ഞൊരു കണ്ണുണ്ട്. എന്താ അറിയോ? പൈസ കൊടുത്താൽ ആരുടെ സ്വാധീനം കിട്ടും? വേണമെങ്കിൽ പ്രധാനമന്ത്രിനെ കിട്ടും, മറ്റുള്ള പലരെയും കിട്ടും എന്ന് പറഞ്ഞിട്ട് പറയാൻ. എന്നാ വിശ്വാസിക്ക് അള്ളാനെ കിട്ടിയാൽ അള്ളാനെക്കാളും കഴിവുള്ള ആരും ഇല്ല. എന്നോട് ഏകന്നു ദയവൻ തൻ്റെകൾ ആകുന്നു ഞാൻ ചൊൽകൾ ആകും അതെന്നോവർ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു. എന്ന് പറഞ്ഞാല് ഇതിൻ്റെ ഇടയിൽ മാല വേണം, ബുർദ വേണം, നെറ്റിപ്പട്ടില്ലാത്ത ആനില്ലാത്ത ഉറൂസ് ഇവിടെ വേണം. ഇതൊക്കെ അതിലെ ധ്വനികളാണ്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. മൂപ്പരാനിപ്പോ മുഹിയുദ്ദീൻ മാലേനെ സ്ഥാപിക്കാൻ നോക്കിയതാണ്. എന്താ? എന്നോട് ഏകല്ലോ ദയവൻ തൻ്റെകൾ ആകുന്നു ഞാൻ ചൊൽകൾ ആകും അതെന്നോവർ. ഈ വരി തന്നെയാ നിങ്ങളെ തകർത്തെറിയപ്പെട്ടിട്ടുള്ളത് എന്നാ. കാരണം ഞങ്ങൾ പഠിച്ചൊരു റബ്ബുണ്ട്, എന്തിനും കഴിവുള്ള അള്ളയുണ്ട്. ഉസ്താദുമാരെ, യാസീന് ജനങ്ങളെ കൊണ്ട് ഓദിപ്പിച്ചിട്ട് പണം വാങ്ങിയാല് മാത്രം പോരാ, യാസീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. ആ 36-ാം അധ്യായത്തില് അവസാന ആയത്ത് എന്താണെന്നറിയോ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിനോട്, അല്ലാഹു ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകുമെന്നാ. അള്ളാഹുവിന്റെ അതേ കഴിവാ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വെച്ചു കൊടുത്തിട്ട് പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് പാടാൻ പറഞ്ഞില്ലേ? എന്നോട് ദയവന്തേകൾ ആകുന്നു ഞാൻ ചൊൽകൾ ആകും ആദ്യം നോവർ. ആ മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒരു വസ്തുവിനോട് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകുമെന്നാ. അള്ളാന്റെ പ്രത്യേകത എന്താ? ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മൊയ്തീഷിന്റെ പ്രത്യേകത എന്താ? ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹ്ക്ക് എത്ര നാമ? 99. മൊയ്തീഷിന് എത്ര നാമ? 99. കഴിഞ്ഞില്ലേ? ഇല്ലേ? എന്നാണ് ന്യായീകരണം. ഇനി അള്ളാഹിനെക്കാളും മേലേട്ടാണ്. ഇതിന്റെ ബാക്കി വരുന്ന അറിയോ? അള്ളാഹിനെക്കാളും മേലെ വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കോകിൽ വേണ്ടിയ വണ്ണമ്മ ദീനെ മാറ്റും നോവർ. വേണ്ടിയിട്ടൊന്നിങ്ങനെ നോക്കിയാൽ മതി, അപ്പോഴത്തേന് എന്ത് ചെയ്യും? ആ വസ്തുവിനെ മാറ്റിയെടുക്കുന്നതാണ്. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഖുത്ബയുടെ ഇമാം നവവിയുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, മാലയിലെ ഷെയ്ഖിന്റെ മഹത്വം, അള്ള കൊടുക്കണ കഴിവ് ഏറ്റവും വലിയ കഴിവ്. അത് കഴിഞ്ഞിട്ട് ഇനി ബുർദ ബൂസൂരിയുടെ മഹത്വം ഉണ്ട്, അതുകൂടെ നമുക്ക് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഇമാം നവവിയുടെ കുറച്ച് അധ്യാപനം നമുക്കൊന്ന് പഠിക്കാണ്ട്, എന്നിട്ട് ചൊവ്വല്ലു പഠിക്കാരും മനസ്സാക്ഷിയോട് ചോദിക്കുക, ആ ഇമാം നവവിയുടെ പാതയിലാണോ ഞങ്ങളുള്ളത്? ഇപ്പൊ ഒന്ന് മനസ്സിലായി ഖുത്ബയില് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പോലെ എന്നല്ല ഇമാം നവവി ഖുത്ബക്ക് തന്ന നിർവചനം. അതിവിടെ പറഞ്ഞല്ലോ. ഇനി ഇവിടെ അല്ല കൊടുത്ത കഴിവ് പോലെ ഈ മാല പാടാൻ, അതിന് നാളെ തെളിവാൻ എന്നറിയോ?
അറിയോ അത് പറഞ്ഞത് എന്താണെന്നറിയോ? ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ സ്വന്തമായ കഴിവെന്നല്ല, അള്ളാഹു കൊടുത്ത കഴിവെന്ന, അള്ളാഹു കൊടുക്കണ കഴിവെന്നാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വായിക്കണോ, ഇവരുടെ തന്നെ സുന്നത്ത് മാസികയില്ലേ, ആ സുന്നത്ത് മാസിക 1987 ഡിസംബർ മാസത്തിൽ പുറത്തിറങ്ങിയ ആ സുന്നത്ത് മാസികയില് പേജ് നമ്പർ 12 ജീലാനിയും പാതിരിയും എന്നൊരു ലേഖനമുണ്ട്. തള്ളാൻ പറ്റോ? AP സമസ്തക്കാർക്ക് തള്ളാൻ പറ്റോ? ഇവിടെ വന്ന് പേരോടിന് കൈയൊഴിയാൻ സാധ്യമല്ല. സുന്നത്ത് മാസിക എന്ന് പറയുന്ന സുന്നത്തില്ലാത്ത മാസികയിൽ പറയാ, അവിടെ നിന്ന് നോക്കണേ, ജീലാനിയും പാതിരിയും തമ്മിൽ വെല്ലുവിളി നടക്കുകയാണ്. പാതിരി പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകൻ ഈസാ മസീഹ് മരിച്ചുപോയ ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട്. അപ്പോ മുഹിയുദ്ദീൻ ഷേഖ് പറഞ്ഞുത്തരേ, ആ പ്രവാചകന്റെ അനുയായികളിൽപ്പെട്ട ഞാൻ, ഈസാ നബി പടച്ചോന്റെ കഴിവുകൊണ്ടല്ലേ, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ഞാൻ എഴുന്നേൽപ്പിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം. കുംബീദിനി എന്ന് പറഞ്ഞിട്ട് മരിച്ച ആളെ ശവക്കല്ലറയിന്ന് എഴുന്നേൽപ്പിച്ചു കൊടുത്തു. അള്ളാഹ് കൊടുത്ത കഴിവല്ല. ഞാൻ ഈസാ നബി ആരെ കൊണ്ട് എഴുന്നേൽപ്പിച്ചേ? അള്ളാഹിനെ കൊണ്ട്. എന്നാൽ ആ മുഹമ്മദ് നബിയുടെ പിന്തലമുറക്കാരിൽപ്പെട്ട ഞാൻ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് എഴുന്നേൽപ്പിക്കും, മരിച്ചവരെ ജീവിപ്പിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് കൊടുത്ത കഴിവാണോ? ഇനി നാളെ വന്നിട്ട് മാലയിൽ മുഹിയുദ്ദീൻ ഷേഖ് അള്ളാഹ് കൊടുത്തതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് തടി സലാമത്താക്കാൻ പറ്റൂല. കാരണം സുന്നത്ത് മാസിക കടിച്ചാൻ പൊട്ടാത്തത് മുന്നിൽ നിൽക്കാൻ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഈ പള്ളിയല്ല മസ്ജിദ് തൗഹീദ് തന്നെ ഉത്തമം. എന്തുകൊണ്ടാ? അല്ലാഹ് പറയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ആകയാൽ അല്ലാഹുവിനോടല്ലാതെ മറ്റാരോടും നിങ്ങൾ പ്രാർത്ഥന നടത്താൻ പറ്റൂല. ഈ നിലക്ക് ഇവിടെ വന്ന് ഷെയ്ഖിനെ വിളിച്ചാൽ എങ്ങനെയാ ശരിയാവുക? പള്ളികളെ പടച്ച തമ്പുരാന്റേതായി മാറണോ? റബ്ബിനോട് മാത്രം ദുആ ചെയ്യണമെന്നാ. അപ്പോഴും പറയും, കണ്ടോ, ജൂതന്മാർക്ക് ഇറങ്ങിയ ആയത്ത് നമ്മളോട് ഓതുക, മക്കാ മുശ്രിക്കുകളോട് ഇറങ്ങിയ ആയത്ത് നമ്മളോട് ഓതുക. മക്കാര് മുന്തിരിന്ന് കള്ളുണ്ടാക്കിയപ്പോൾ അല്ലാഹ് പറഞ്ഞു, കൊല്ലു മുസ്കിരിൻ ഹറാം. പടച്ചോനെ, പനം കള്ള് കുടിക്കണം നമ്മളോട് ആയത്തോതുക എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവർ, ഈ ആയത്തിന് മുഹിയുദ്ദീൻ ഷേഖ് എന്താ പറഞ്ഞേ? ജൂതനോടല്ല വിശ്വാസിയെ, നിന്നോടാ മുഹിയുദ്ദീൻ ഷേഖിന്റെ വാക്ക് വന്നത്. നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കിക്കോ. അല്ലാഹുവിനോട് കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. ആ മുഹിയുദ്ദീൻ ഷേഖിനോട് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ, ആ മുഹിയുദ്ദീൻ ഷേഖിന് അള്ളാന്റെ കഴിവെച്ച് കൊടുക്കുമ്പോ ഒന്നുകൂടെ പഠിക്കണേ. അഹ്ലുസുന്നയുടെ ഉലമാക്കള് ശിർക്കിന്റെ നിർവചനങ്ങൾ പറഞ്ഞപ്പോ പറയാ, തശ്ബീഹുൽ ഖാലിഖി ബിൽ മഖ്ലൂഖ്, സൃഷ്ടിയെ സൃഷ്ടാവിനോട് സാദൃശ്യപ്പെടുത്തിയാൽ ശിർക്ക് കടന്നു വരുന്നത് അവിടെയാണ്. സൃഷ്ടിയെ സൃഷ്ടാവിനോട് സാദൃശ്യപ്പെടുത്തുക. അള്ളാഹ്ക്ക് 99, മുഹിയുദ്ദീൻ ഷേഖിന് 99. അള്ളാഹ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടാവും, മുഹിയുദ്ദീൻ ഷേഖ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം ഇവിടെ വന്ന് കാര്യമായിട്ട് പേരോട് പാടി ഓതിപ്പോയത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടെന്നറിയോ? ഇതൊക്കെ പറയുമ്പോൾ ഔലിയാക്കളുടെ മദഹല്ലേ. ഇനി ആരെങ്കിലും ഇതിന് മറുപടി പറയാൻ മോഹിക്കുന്നുണ്ടെങ്കിൽ പറയണ്ട, നമ്മൾ പറയൂല, നമ്മുടെ ആഗ്രഹം പറയലാണ്. എനിക്കെന്തായാലും ഇപ്പൊ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, നമുക്ക് പരിപാടി സംഘടിപ്പിക്കാനും ബുദ്ധിമുട്ടില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നിങ്ങളുടെ ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ എന്തായാലും മനസ്സിൽ വെക്കണമില്ല. പിന്നെ വല്ലപ്പുഴക്കാർ പറഞ്ഞ പോലെ പറയാൻ നമുക്ക് വയ്യ, പേരോടിന് കൊണ്ടുവരോ, 2000 റുപ്യ ഞങ്ങൾ തരാം സംഭാവന എന്ന് പറയാനും നമ്മൾ നിൽക്കണില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറിയോ, ഇവിടെ ഒരു നിർവചനങ്ങൾ മുഹിയുദ്ദീൻ മാല 102 മുതൽ 109 വരെയുള്ള വരികൾ, റിഫായി മാല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ. ഇത് ഔലിയാക്കളുടെ മതം എങ്ങനെയാവും? അപ്പൊ മുഹിയുദ്ദീൻ ഷേഖിന്റെ പേരിൽ ത്വരീഖത്ത് ഉണ്ടാക്കി. ഖാദിരിയ ത്വരീഖത്ത്, ജീലാനി ത്വരീഖത്ത്. ഷെയ്ഖ് പറഞ്ഞെന്താ അറിയോ? അള്ളാന്റെ റസൂലിന്റെ ത്വരീഖത്തെ പറ്റൂന്നാൻ. ആ ഷെയ്ഖിന്റെ പേരിൽ 2 ത്വരീഖത്ത് ഉണ്ടാക്കാൻ.
അപ്പൊ അതിലേക്ക് ആളുകൾ പോകുന്നത് കണ്ടപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി റിഫായി മാലക്കാരൻ റിഫായി ത്വരീഖത്തേർ ഒരു മാല ഉണ്ടാക്കി. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുക. എന്നിട്ട് നമ്മൾ രണ്ടാൾ വിവരമില്ലാണ്ട് ഇത് രണ്ടും പാടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മദ്ഹാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുക. അപ്പൊ മുഹിയുദ്ദീൻ മാല പറഞ്ഞു, നോക്കുങ്ങള് കുപ്പിയാകത്തുള്ള വസുവിനെ പോലെ കമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ ഞാൻ അറിയും. നിങ്ങൾ ആലോചിച്ചൊക്കെ എല്ലാം അറിയും. കാരണം അതറിയോ, പേരോട് പണ്ട് നാദാപുരത്ത് പറഞ്ഞില്ലേ, ബല്ലീലെത്തീന്നും എന്നെ വീളി പോർക്ക് വൈകോടാതു തീരോ ചെയ്യും ഞാനെന്നോവർ. അവിടെ കാളക്കൂട്ടാൻ എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ ഉത്തരം, എല്ലാ അദൃശ്യം എനിക്കറിയണ ആളാണ്. അപ്പൊ റിഫായി മാല അതിനെ ക്രോസ് ചെയ്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഹോജാ മുഹിയുദ്ദീനും താമം കാളിക്കുമ്പോ കണ്ണിന്റെ പുരികത്തിനു മേലെ ഓളിച്ചോവർ. കണ്ണിൽ കാരോമീഷി മാമിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾവാരുവീനാതെന്നോവർ. മുഹിയുദ്ദീൻ റിഫായിഷെ ഒളിച്ചു കളിക്ക. മുഹിയുദ്ദീന്റെ കണ്ണിന്റെ മേലെ റിഫായിഷെ കയറിയിരുന്നു. മുഹിയുദ്ദീനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കണ്ടില്ല ഉങ്കൾ വരുവീരെന്നോവർ. ആകെ തെരഞ്ഞോക്കിയ വൈക്കോലുണ്ടന്റെ പിന്നിലും തൊയ്ത്തിന്റെ പിന്നിലും ഒക്കെ തെരഞ്ഞോക്കി, എവിടെയും കാണാനില്ല. കണ്ടില്ല ഉങ്കൾ വരുവീനതെന്നോവർ. അപ്പൊ മൂപ്പരിങ്ങനെ റിഫായിഷെ തോൽവി സമ്മതിച്ചപ്പോൾ മൂപ്പരിങ്ങനെ ഇറങ്ങി വന്നു എന്നാ. കാരണം എന്താ, മുഹിയുദ്ദീന്റെ കണ്ണിന്റെ മേലെ കയറിയിരുന്നു. മുഹിയുദ്ദീൻകാര കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ കാണുന്ന പോലെ എല്ലാ ദൃശ്യം അറിയുന്ന ആളാണ്. അപ്പൊ റിഫായി മാല പറഞ്ഞു, ആളുടെ കണ്ണിന്റെ മേലെ ഞാൻ കയറുന്നു, എന്നെ പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇതെങ്ങനെ ഔലിയാക്കളുടെ മദ്ഹാവ്? ഇത് ഒറിജിനൽ ഷെയ്ഖ് അല്ല കേട്ടോ. നിങ്ങൾ നോക്കണത് കോഴിക്കോട്ടുകാരുണ്ടാക്കിയതാണ്, മുഹിയുദ്ദീൻ ഷെയ്ഖ് അല്ല. നിങ്ങൾക്ക് കിതാബ് ബോധ്യപ്പെടണമെങ്കിൽ പേരോട് പറഞ്ഞ മക്കത്തേക്ക് ഒന്ന് ചെല്ലാം. എന്നാലും അവിടെ ക്ലോക്ക് ടവറിൽ ഒരുപാട് ബുക്ക് സ്റ്റാളുകളുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഒരു മുഹിയുദ്ദീൻ മാല ഒന്ന് കിട്ടും ഇവിടെ? അപ്പൊ ഇല്ല. റിഫായി മാലയുടെ കിതാബ് ഉണ്ടോ? അതും ഇല്ല. ഇനി നിങ്ങൾ ചോദിക്കേണ്ടത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കിതാബ് ഉണ്ടോ ചോദിച്ചോക്കി. അപ്പൊ കിട്ടും ഫത്ഹുർ റബ്ബാനി, അവിടെ കിട്ടും ഫുതൂഹുൽ ഗൈബ്. ആ കിതാബില് മഹാനായ ഒരു പണ്ഡിതനുണ്ട്. ഇത് കോഴിക്കോട്ടാരനാ. കണ്ടന്നാറിവാളൻ കാട്ടിത്തേരും പോലെ കാലി മുഹമ്മദ നവർഗിലായും നോവർ. കോഴിക്കോട്ടത്തോറ തെന്നിൽ പീറന്നോവർ. കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. അവർ ഷംനാബൈത്തീന്നും ബഹ്ജാക്കിതാബീന്നു അങ്ങനെ തക്മീല തന്നീന്നും കണ്ടോവർ. കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് എവിടെ നിന്ന് കൊണ്ടുവന്നതാ? അവർ ഷംന ബൈത്തിൽ നിന്ന് ബഹ്ജാ കിതാബെന്ന്. ഇയാൾ ഷംന ബൈത്തിൽ നിന്നാ. നിങ്ങൾ ആലോചിച്ചോക്കെ, ആ മുഹിയുദ്ദീന്റെ ഒറിജിനൽ കിതാബില്ലേ? ആ കിതാബിൽ മഹാനായ ഒരു പണ്ഡിതനില്ലേ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ പരമ്പരയിൽ പിറവികൊണ്ട സാക്ഷാൽ അഹ്ലു ബൈത്തിൽപ്പെട്ട പണ്ഡിത കുലപതി, കാസ്പിയൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന പട്ടണത്തിൽ ജനിച്ച, ഇറാഖിന്റെ ബാഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഉസ്താദ് അല്ലാമ യൂസുഫ് അയ്യൂബ് അൽ ഹമദാനിയുടെ ഏറ്റവും പ്രധാന ശിഷ്യനായി കടന്നു വന്ന ആ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ അറിയോ? നമുക്കൊന്നും അറിയില്ല. ഡ്രൈവർ ഇല്ലാണ്ട് കാർ ഓടിച്ച ഷെയ്ഖിനെ നമുക്കറിയാം. ഉമ്മാടെ ഗർഭപാത്രം പുറത്തിയാടിയിട്ട് ഫക്കീറിന്റെ കോലത്തിൽ വാപ്പാന്റെ അടുത്ത് പോയിട്ട് വത്തക്ക ചോദിച്ചിട്ട് പിന്നെ വാപ്പ മടിയിലിരുത്തി കളിപ്പിക്കുമ്പോ ജനിച്ച ഉടനെ ചെറിയ കുട്ടീനെ അവർ എന്നെ കൊഞ്ചിക്കൊന്നും വേണ്ട, ഉമ്മാടെ ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ പോയി ഫക്കീറിന്റെ കോലത്തില് വത്തക്ക ചോദിച്ചപ്പോ എനിക്ക് തന്നിട്ടില്ലല്ലോ, ഇപ്പൊ വാപ്പാന്റെ ചക്കര കുട്ടിയല്ലേ, ഇങ്ങനൊക്കെ പറഞ്ഞ കള്ളക്കഥയും പുകിലും പുത്തമ്പള്ളിക്ക് ഡ്രൈവർ ഇല്ലാണ്ട് കാറോടിച്ച ഷെയ്ഖൊക്കെ നമ്മൾ തൃശ്ശൂർക്കാര് കേട്ടിട്ടുണ്ടാവും. എന്നാൽ റിയൽ ഷെയ്ഖിനെ എന്തേ പഠിക്കാതെ പോയി? ആ ഷെയ്ഖില് പെട്ടതൊന്നല്ല ഈ മാല. അപ്പൊ അതുകൊണ്ട് അതിനൊത്താശ പാടാം. അത് അള്ള പഠിപ്പിച്ച പള്ളിക്കൊക്കൂല്ല. അതിൽ ചില വ്യതിയാനങ്ങൾ കടന്നു വരുന്നുണ്ട്, ഷിർക്കുകൾ കടന്നു വരുന്നുണ്ട്, റബ്ബല്ലാത്തവരോടുള്ള തേട്ടുണ്ട്. അവരെന്നെ ഇത് പറഞ്ഞ് ഉദ്ധരിച്ച് എന്തിനാണ്? പള്ളിയിലെ ഖുത്ബ അറബിയിൽ അല്ലാതെ നടത്തിയാൽ അത് ശരിയല്ല, ഉണ്ടാണ്ട് പോകാൻ പാടില്ല, ജുമാ ബാത്തിലാവെന്ന് പറയാൻ മഹാനായ ഇമാം നബവിനെ ഉദ്ധരിച്ചു. അതുപോലെ പണ്ഡിതന്മാരാൻ. ഇനി മുപ്പരീന്റെ കൂടെ മറ്റൊരു തിരിയും കൂടെ തെളിച്ചെന്താണെന്നറിയോ? മറ്റൊരു തിരികൂടെ തെളിച്ചത് എന്താണെന്നറിയോ? ബുർദത്തുൽ ബുസൂരി ഇമാമിദ ബുർദ എഴുതുകയാണ്.
നോക്കണേ, മഹാന്മാരുടെ പ്രത്യേകതയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മൂപ്പര് പറയാണ്, ആ ബുർദയെ പ്രകടമാക്കുന്നതിന് മുമ്പ് ഒരു മഹാനായ വലിയ ഉറക്കത്തിലൂടെ കാണുകയാണ്. മുത്തറസോല് ബുർദ വായിച്ചിട്ട് കാറ്റില് കരിമ്പ് ആടുന്ന പോലെ ആടുന്നു മുത്തറസോൽ. കരിമ്പാടുന്ന പോലെ റസൂൽ ഇങ്ങനെ ആടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത്രയാ ഭൂസൂരിയുടെ ബുർദ, ഭൂസൂരിയോട് പറയാ ബുർദങ്ങ് തന്നോ, ഇത് റസൂൽ അംഗീകരിച്ചതാ, മഹാന്മാരുടെ സ്ഥാനമാ. ഓ എന്റെ പേരോടെ നിങ്ങൾ മറന്നുപോയോ? ഏത് ഉസ്താദ് ഉറക്കിന്റെ വന്ന് പറഞ്ഞാലോ, ഏത് വലിയിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലോ വിശ്വസിക്കാൻ പാടില്ല എന്ന് പേരോടിന്റെ നാവ് കൊണ്ട് പേരോട് തന്നെ പണ്ട് പ്രസംഗിച്ചത് മറന്നോ? നിങ്ങൾക്കത് കാണാ. പേരോടെന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം കണ്ട തെളിവല്ല. ഇവിടെ വന്ന് പറഞ്ഞു നോക്കണ്ട കേട്ടോ. മൂപ്പര് ഓരോ നാട്ടിൽ ഓരോ ഭാഷ പറയാൻ. മൂപ്പര് പറഞ്ഞെന്താണ്, ഏത് ഉസ്താദ് ഉറക്കിന്റെ ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഏത് ഷെയ്ഖിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഏത് ഒലിയിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ വകുപ്പില്ല, വിശ്വസിക്കാൻ വകുപ്പില്ല. പേരോടിന് പറയാനുള്ള മറുപടി പേരോട് തന്നെയാണ്. അതുകൊണ്ട് ഇനി ബുർദ ബൂസൂരി നബി അംഗീകരിച്ചാന്നിട്ട് ഇങ്ങോട്ട് വരണ്ട, അതിന് റിസാലത്തിന്റെ ഒപ്പില്ല. ഇപ്പൊ ആ ബുർദൊക്കെ മാറ്റിട്ടോ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, നാട്ടിൽ 2 ഫൈറ്റാണ്. ഒരു ഭാഗം AP സമസ്തക്കാരാണ് ബുർദക്ക് ആഹ്വാനം നൽകിയത്. അതുകൊണ്ടാണ് ഇന്നത്തെ ബുർദയുടെ കോലം കണ്ടിട്ട് പൊന്മള ഫത്വ ഇറക്കിയത്. കുറെ ഹറാമിയത്തുണ്ട്. അവ ഇപ്പുറത്ത് നോക്കി ആളുകൾ ഇങ്ങനെ ബുർദയുടെ പിന്നാലെ പോണ് കണ്ടപ്പോൾ EK സമസ്തക്കാർ ഇറക്കിയ സംഭവമാണ് മജ്‌ലിസുന്നൂർ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ആ ബദർ ബൈത്ത് എടുത്തിട്ട് ഇവരെന്താ ചെയ്ത്, പണ്ട് നമ്മൾ പാതിരാവാദിന് 2ന്റെ റൂട്ടൊന്ന് പഠിക്കണേ. പാതിരാവാദിന് മൗലായ ചൊല്ലിയിരുന്നില്ലേ, മൗലായ സല്ലി ലിംദായിമൻ അഹബദാ അല്ലാഹ ബിബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പണ്ട് വാദിന്റെ മുമ്പൊക്കെ ചെല്ലിയത്. അപ്പോ ഇപ്പൊ റഷീദ് സക്കാഫി പത്തപ്പിരിയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോ എന്നെ ഒരു അരോചകം. ഇപ്പൊ മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ഇങ്ങനെ ഇവര് പറഞ്ഞു, ഞാൻ അങ്ങനെ പറയട്ടെ, ഭാഷയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ആരവുണ്ടാക്കിയിട്ട് ഒരാൾ മൈക്കിന്, ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാണ്, ഒരാൾ മൈക്കിന് മുമ്പിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും, അല്ല അല്ല അല്ല. അപ്പൊ ഒരു മൊയിലേറെ ദഫെടുത്ത് ഇങ്ങനെ കുടു വെച്ചിട്ട് കൊട്ടും. നിങ്ങൾ ഒന്നും വേണമെങ്കിൽ യൂട്യൂബിൽ ബുർദ ഇങ്ങനെ അടിക്കാൻ, എന്തൊക്കെ മോഡൽ കൊട്ടാന്നറിയും. അപ്പൊ സത്യത്തിൽ നമ്മൾ ഇവരുടെ ആചാരം കണ്ട് നമ്മൾ മനസ്സിലാക്കൂ, പള്ളി ദർശ പഠിക്കുന്നത് കൊട്ടാൻ പഠിക്കാൻ പോവാനാണ്. കാരണം ബുർദക്ക് അമ്മാതിരി കൊട്ട കുട്ടണ് നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. അതൊന്ന്. പിന്നെ ബദർ യുദ്ധത്തിന്റെ ചരിത്രം, അത് ബീഫ് നേടി പിന്നെ കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് ബദരീങ്ങൾ. ഇതൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ. അതല്ലാതെ യഥാർത്ഥമായ റൂട്ടുകളൊന്നും കാണൂല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണ്ടേ, ഈ ബുർദ ഒരാളിന് കൊട്ടപ്പോൾ ഒരാൾ അല്ല അല്ല അല്ല, അപ്പൊ ഒരാൾ ഇതിന് 7 സ്റ്റൈലിൽ ചെല്ലുന്ന, ഇടക്ക് ഉറുദു ഇങ്ങനെ കയറ്റി കൊടുക്കുക, പുട്ടിൽ തേങ്ങടണ പോലെ. അപ്പൊ ആ സംഭവം ക്ലിയർ ആണ്. നോക്കി, മൗലായ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ ബുക്കാവോ. അപ്പൊ അങ്ങനെ സംഭവമൊക്കെ. അപ്പൊ ബാക്കിയുള്ള ഒരു ആടി ഒരാൾ കൊട്ടി ശബ്ദം ഉണ്ടാക്കിയാൽ ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ ഒരു ഇബാദത്താ, ഒരു മദ്ഹാവും? അല്ല അല്ല അല്ല. അങ്ങനെ വാപ്പാനെ വിളിക്കാൻ മോൻ, വാപ്പ ചൂലെടുത്താട്ടൂല്ലേ അവിടുന്ന്. നിങ്ങൾ ആലോചിച്ച്, ഇങ്ങനെ വാപ്പാനോട് മഹബത്ത് കാണിക്കുക, നബിയോട് മഹബത്ത് കാണിച്ചത്, അള്ളാഹിനോട് പ്രാർത്ഥിച്ച കോലായി. അങ്ങനെ അല്ലല്ലോ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇതിനെങ്ങനെ പാട്ടും തരംഗും ആരവൊക്കെ ആക്കി കുറേ കാലമായി. വാക്ക് മാറാത്ത 5 വയസ്സുകാരൻ ബാംഗ്ലൂരിൽ നിന്ന്, അന്നും 5 വയസ്സാണ്, ഇപ്പോഴും 5 വയസ്സാണ്. ആ കുട്ടീനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വാക്ക് മാറാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിങ്ങനെ നടത്തുമ്പോൾ മറ്റവർക്ക് തോന്നി ആളുകൾ അങ്ങനെ പോകും. അപ്പൊ പണ്ട് ഈ ബദർ ബൈത്ത് പാടിയിരുന്നു, ബിലീസ് കോസിനെ കാട്ടിടും നെഹരം ലഹീന വരാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബന. മരിക്കണ നേരത്തെ ഇബ്ലീസ് കോപ്പയിട്ട് വരുമ്പോൾ ബദരീങ്ങളാൽ കാക്കണേ പഠിച്ചോനെ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ആ ഇബ്ലീസ് നോക്കുങ്ങള് ബദറിൽ ശത്രുക്കൾക്ക് സ്വഹാബത്തിനെതിരെ പോരാടിയ ആളാണ്. ആ ബദരീങ്ങളെ കണ്ടിട്ടല്ല ശൈത്താൻ ഓടിയത്, മറിച്ച് ആകാശത്തുനിന്ന് റബ്ബിന്റെ മലക്കുകള് അടരാടുന്നത് കണ്ടപ്പോ ഇന്നി യഖാഫുല്ലാഹ് എന്ന് പറഞ്ഞ് ഓടിപ്പോയതാണ്. എങ്കിൽ ആ പേടിച്ചോടിയ പടച്ചോനിൽ നമുക്ക് തവക്കുലാക്കി കൂടെ? ആ പടച്ചോനോട് കാവല് ചോദിച്ചൂടെ? ഈ പഴയ ബദർ ബൈത്തിനെ പുതിയ സ്റ്റൈലിലാക്കി കൊണ്ടുവന്നിട്ട് ഇവരും തുടങ്ങി ആട്ടും പാട്ടൊക്കെ തുടങ്ങിയിട്ട്
ഉണ്ടാക്കിയ സംഭവമാണ് മജ്‌ലിസുൻ നൂർ. ഇവിടെ ഒക്കെ നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ വന്ന പേരോട് കഷ്ടപ്പെട്ട് പറയാൻ ശ്രമിച്ച ഉള്ളിൻ്റെ ഉള്ള സ്ത്രീകൾ ഉത്തമല്ലേ? അവര് മജ്‌ലിസുൻ നൂറിലെ മദ്രസയുടെ ഉള്ളിൻ്റെ ഉത്തമമാക്കിക്കൊണ്ടിരിക്കാൻ, വയലിന് ഉത്തമമാക്കിക്കൊണ്ടിരിക്കാൻ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സമയത്തിലൊന്ന് കുറച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പറയാണ്ട്, അതപ്പം നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ആലോചിച്ചൊക്കെ ഒക്കെ നിങ്ങൾ ഈ രീതികളിലൂടെ റബ്ബല്ലാത്തവരോട് തേടാൻ വേണ്ടി ഈ മാലമൗലിദുകളിലൂടെ കൊണ്ടുവന്നിട്ട് അത് മഹാന്മാരോടുള്ള മദ്ഹാണെന്ന് പറയുമ്പോ ഇല്ല, നിങ്ങൾക്കത് പറയാനുള്ള അവകാശമില്ല. കാരണം നിങ്ങൾക്കറിയോ, അള്ളാന്റെ ഹബീബിന്റെ മദ്ഹാണെന്ന് പറഞ്ഞിട്ട് ആ റസൂലുള്ളാഹിനെ നിന്ദിച്ചവരാ നിങ്ങള്, അള്ളാന്റെ ഹബീബിനെ മോശക്കാരാക്കിയവരാ നിങ്ങള്, ആ റസൂലുള്ളാഹിന്റെ നാവിലോട് കളവ് പറഞ്ഞവരാ നിങ്ങള്. ആധികാരികമായി നിങ്ങളോട് പറയാ, കാരന്തൂര് മർക്കസില് മുദർരിസ് എന്ന് വിളിക്കപ്പെടുന്ന അബ്ദുൽ അസീസ് സഖാഫി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയതും വലിയതുമായ മൗലിദ് കിതാബിലാ, സിദ്ദീഖ് മൗലിദിലാ പറഞ്ഞത്, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ കളവ് വന്നിട്ടുണ്ട്. എവിടെയാ പ്രിയമുള്ളവരെ ഇത് മദ്ഹായി മാറുന്നത്? എവിടെയാ ഇത് മദ്ഹായി മാറുന്നത്? നേരത്തെ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ, റിഫായി ഷെയ്ഖിന്റെ അധ്യാപനങ്ങൾ പറഞ്ഞപ്പോ അവര് തമ്മിൽ പരസ്പരം വഴക്ക് കൂടിയത്, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചതല്ലേ പറഞ്ഞത്. മുഹിയുദ്ദീൻ ഷെയ്ഖിന് അദൃശ്യമറിയാമെന്ന് പറഞ്ഞപ്പോ റിഫായിമാരെ പറയാ, കണ്ണിന്റെ മേലെ കയറിയിരുന്ന് എന്നെ കാണാൻ പറ്റിയില്ല. എവിടെയാ മദ്ഹായത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബ എന്ന് പറഞ്ഞപ്പോ റിഫായിമാരെ പറയാ, ഞാൻ കുത്തുബിനെയും വെല്ലുന്ന ഔസായിരുന്നു എന്ന ബാവാമുദൂകിന്നു കുത്തുബാഹി വന്നോവർ, ബാണം മതേളിയിലും കേളി മികച്ചോവർ. റിഫായിമാല പറയാ, ബാവാമുദൂകിലമർന്നൊരു കാലത്ത് ഭാഷം ഔസെന്ന മക്കാമെന്ന് ചൊന്നോവർ. യതിമാല പറഞ്ഞ വാപ്പാട മുതുകത്താവുമ്പോ കുത്തുബ, റിഫായിമാല പറഞ്ഞു, ഞാൻ വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബിനെയും വെല്ലുന്ന ഔസാ. എവിടെയാ ഔലിയാക്കളുടെ മദ്ഹായത്? ഭൂമി എന്റെ കയ്യിൽ ഒരു പന്ത് പോലെ ഉണ്ടയാണെന്ന് മുഹിയുദ്ദീൻമാല, റിഫായിമാല പറയാ, മുഹിയുദ്ദീന്റെ കയ്യിലെ ഭൂമിയല്ലേ ഉള്ളൂ, ആലം 18,000 കൊണ്ടുവന്നാലോ എനിക്കൊരു കാലടി വെക്കാൻ തികയില്ല. എവിടെയാ ഔലിയാക്കളുടെ മദ്ഹ്? ഞാൻ 4 കിതാബ് ഓതിപ്പടിച്ചു എന്ന് മുഹിയുദ്ദീൻമാല, റിഫായി പറയാ, 4 കിതാബ് ഞാൻ ഓതാതെ പഠിച്ചിട്ടുണ്ട്. ഈ മറുകര കാണുന്ന വലിയ ഞാൻ മുഹിയുദ്ദീൻമാല, റിഫായിമാല പറഞ്ഞ ആ കടൽ മുഴുവൻ ഒരു കുപ്പിയിലാക്കിയ ആളാ ഞാൻ. പ്രിയമുള്ളവരെ, എവിടെയാ ഔലിയാക്കളുടെ മദ്ഹ്? അവരെ നിന്ദിക്കാനല്ലേ, അവരെ നിന്ദിക്കാനല്ലേ. ഇതുപോലെ തന്നെ ബദരീങ്ങളോട്, അള്ളാന്റെ ഹബീബിനോട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ എത്രത്തോളം കളവുകൾ പറഞ്ഞു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സമസ്തക്കാരാ ഇതിന് നിങ്ങൾക്കൊന്ന് മറുപടി പറയാൻ? ഫാത്തിമ മൗലിദലോട് അള്ളാഹുവിന്റെ ഹബീബ് മിഅ്റാജ് യാത്ര പോയപ്പോ സ്വർഗത്തിലെ ഖദീജയുടെ കൊട്ടാരം കാണിച്ചു കൊടുത്ത് അതിൽ നിന്നൊരു ആപ്പിൾ പഴം എടുത്തിട്ട് അവിടെ നിന്ന് പ്രവാചകനോട് പറഞ്ഞത്ര, നബിയെ, ഈ ആപ്പിളാണ് നിങ്ങൾക്ക് ജനിക്കാനുള്ള മകള് ഫാത്തിമ. അള്ളാഹുവിന്റെ റസൂൽ ആപ്പിൾ പഴം കഴിക്കുന്നു. അതാണ് ഖദീജ ഗർഭഞ്ചുമെന്ന് ഫാത്തിമ. ഖദീജയുടെ അടുക്കൽ സ്വർഗത്തിന്റെ മണമുണ്ടായിരുന്നു. എന്നാൽ ഖദീജ ഫാത്തിമയെ പ്രസവിച്ചപ്പോ സ്വർഗത്തിന്റെ മണം ഫാത്തിമയിലേക്ക് മാറുകയാ. ഫവുലിദത് ഖബല നബുവതി ബിഖംസി സിനീൻ. അങ്ങനെ നബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ബീവി ജനിച്ചു പോയി. ഈ കള്ളക്കഥ കൊടുത്ത സമസ്തക്കാരാ, നബുവത്തിന്റെ 5 കൊല്ലം മുമ്പെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ 35-ാമത്തെ വയസ്സാ. 40-ാമത്തെ വയസ്സിലാ നബിയാവുന്നത്. 51-ാമത്തെ വയസ്സിലാ മിഅ്റാജ് ഉണ്ടാവുന്നത്. 51-ാമത്തെ വയസ്സിൽ കിട്ടിയ പഴം കൊണ്ട് 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചു എന്ന് പറഞ്ഞാല് പേരോടെ ഏത് വലിയിന്റെ മദ്ഹാ, ഏത് മഹാന്റെ മദ്ഹാ, ഏതൊരു മദ്ഹാ നിങ്ങളതിൽ പ്രതീക്ഷിച്ചത്?
ഇങ്ങനെയുള്ള കള്ളക്കഥകളെ പാടാൻ, ഇങ്ങനെയുള്ള കള്ളക്കഥകളെ പറയാൻ എത്രത്തോളം ബദരീങ്ങളുടെ പേരിൽ പറഞ്ഞില്ലേ. ജാല മുഹമ്മദ് മൗലിദിലോട് അള്ളാന്റെ ഹബീബ് പിടിമണ്ണ് വാരി എറിഞ്ഞപ്പോ കാഫറുകളിൽ നിന്ന് 12,000 മുശ്രിക്കുകൾ തോറ്റോടി പോയി എന്നാണ്. ആകെ പങ്കെടുത്തത് 1000-ഓളം മുശ്രിക്കുകളാ. പിന്നെങ്ങനെയാ 12,000 മുശ്രിക്കുകൾ തോറ്റോടി പോയത്? പുതിയ മൗലിദ് കിതാബ് വായിക്കാൻ എന്നാലും കുടുങ്ങിയിലെ പേരോടെ. കാരണം എന്താണെന്നറിയോ? ആകെ പങ്കെടുത്തത് 900-നും 1000-നും മധ്യയാ. അതിലോ 70 പേരെ മുസ്ലിങ്ങൾ കൊന്നു, 70 പേരെ ബന്ദികളാക്കി വെച്ചു. 140 ലസ് ചെയ്താൽ പിന്നെയും 1000 ഓടിയോ കക്കാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിക്കാൻ പഠിച്ചില്ല. മുടിപ്പള്ളിക്ക് വേണ്ടി 40 കോടി എണ്ണുമ്പോ പേരോടെ 1000-ന് താഴെയും നിങ്ങളുടെ എണ്ണാൻ പഠിക്കണമായിരുന്നു. ഇനി അവസാനം എന്ന് മറുപടി പറയാൻ നമ്മൾ 1 മുഴ മുമ്പ് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ വഹാബിയുള്ള പ്രസ്സിന്ന് അടിച്ചതാണ്. മുജാഹിദേരെ എഴുതി കൊടുക്കൽ, പാടി അടക്കല സമസ്തക്കാരെ പണി. ഈ മൊയ്ലിയന്മാർക്കൊന്നും അറബി അറിയൂല. നിങ്ങൾ ആലോചിച്ചു, അതെന്നെ പച്ചപ്പുള്ളൻ. ഇനി അതിന് ഞങ്ങൾക്ക് വേറെ പണിയില്ലേ? ഇതിങ്ങനെ എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ എന്നെ എതിർക്കാൻ, എന്നിട്ട് ഇവർ ഇതിങ്ങനെ പാടി നടക്കാൻ. അങ്ങനെയാണോ? അതെന്നൊരു കളവല്ലേ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ബുർദ പാടാൻ പറഞ്ഞിട്ടും ഈ മുഹിയുദ്ദീൻ മാല പാടാൻ പറഞ്ഞിട്ടും സത്യത്തില് മുഹിയുദ്ദീൻ മാല എവിടം വരെ എത്തിയെന്നറിയോ സമസ്തക്കാര്? ഇവിടുത്തെ ഒരു മൊയിലേര് പിന്നെ ജീവിത ലക്ഷ്യവും മാർഗവും എന്ന പ്രസംഗത്തില് പിന്നെ തെക്കൻകാരൻ ബാക്കി പറഞ്ഞ എന്താ അറിയോ? വെളിയങ്കോട് ഉമ്മർ ഖാദിന്റെ കവിത പറഞ്ഞിട്ട് പറയാ, റസൂലിലേക്ക് എത്താൻ മുഹിയുദ്ദീൻ മാല വേണം. അതെന്താ കാര്യം എന്നറിയോ? ഈ ഉമ്മർ ഖാദിന്റെ 6 വയസ്സുള്ള സമയത്താണ് അത്രേ ഉമ്മ മരിക്കണം. ഉമ്മ മരിച്ചപ്പോ ഉമർ ഖാദിയുടെ വാപ്പ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാ, ഉമറിനെ നോക്കാനും നല്ലത് പിന്നെ അദ്ദേഹത്തിന് ഉമ്മാടെ അനിയത്തിന് വിവാഹം കഴിക്കലാണ്. അങ്ങനെ 6 വയസ്സുകാരനായ ഉമർ ഖാദിയോട് അദ്ദേഹത്തിന്റെ വാപ്പ ചോദിച്ചു, മോനെ നിന്റെ ഉമ്മാടെ അനിയത്തിന് ഞാൻ വിവാഹം കഴിക്കണതിൽ നിന്റെ താല്പര്യം എന്താണ്? അവൻ പറഞ്ഞു, എനിക്ക് പറ്റൂല, ആ വിവാഹം ശരിയാവില്ല. അപ്പൊ വാപ്പ പറഞ്ഞു, ഉത്തരം നീ കെട്ടണ്ട, ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് വാപ്പ കല്യാണം തന്നെ തീരുമാനിച്ചു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് ഇടങ്കോലിട്ടത് കൊണ്ട് തന്നെ ഉമർ ഖാദിയോട് ഈ രണ്ടാനുമ്മാക്ക് ഉമ്മാടെ അനിയത്തിക്ക് പ്രയാസാൻ. അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു? വീട്ടിലാണെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്, നേരം മാരിബായ മുഹിയുദ്ദീൻ മാല പാടണമെന്നാണ്. വാപ്പ വന്നാൽ എന്നും ഒന്നാമത്തെ ചോദ്യം, ഉമറെ മുഹിയുദ്ദീൻ മാലൊക്കെ പാടിയോന്നാണ്. ഉമർ നല്ല കുട്ടിയാണ്, ഉമർ പറയും പാടി. പക്ഷെ ഈ രണ്ടാനും ഇടയിൽ കോലിട്ടിട്ട് പറയാൻ പാടിയിട്ടൊന്നുമില്ല, നുണ പറയാൻ. അങ്ങനെ പതിവ് പോലെ വാപ്പ ചിലപ്പോൾ അടിക്കും, ദേഷ്യപ്പെടും. പതിവ് പോലെ ഒരു ദിവസം വാപ്പ വന്നിട്ട് ചോദിച്ചു, ഉമറെ മുഹിയുദ്ദീൻ മാലൊക്കെ പാടിയോന്ന്? പറഞ്ഞു, ഞാൻ പാടി. അപ്പൊ അന്ന് ഈ രണ്ടാനും വന്നിട്ട് പറഞ്ഞു, ഉത്തരേ അവൻ പാടിയിട്ടൊന്നുമില്ല, നുണ പറയാൻ. വാപ്പ വടിക്കെടുത്ത് ദേഷ്യപ്പെട്ടു, ഇവിടെ പാടാ എന്നൊക്കെ പറഞ്ഞ് മുന്നിൽ കൊണ്ടുവന്നിരുത്തി പാടിപ്പിക്കാം. അപ്പൊ ഉമർ ഖാദി എന്ത് ചെയ്തു? മുഹിയുദ്ദീൻ മാല ഇങ്ങനെ നോക്കി പാടാണേ. ആ പാടിയിട്ട് ഏത് വരത്തിയെന്നറിയോ? കളവ് പറയല്ല എന്നും മാഷുന്നാരേ, കള്ളന്റെ കയ്യിലെ പൊന്നി കൊടുത്തോവർ, ഉമ്മാന്റെ അനുജത്തി വാപ്പാന്റെ സൗജത്തി, കുശുക്കും മൂപ്പത്തി തല്ലും മായും നോവർ. ഇത് കേട്ടപ്പോ വാപ്പാനോട് എന്താടാ നീ പറയണേ? അപ്പറഞ്ഞ ഉമ്മാടെ അനിയത്തി വാപ്പാന്റെ സൗജത്തി കുഷ്കുഷ്കും മൂപ്പത്തി തല്ലുമ്മ എന്നോവർ. ഉമ്മാടെ അനിയത്തിയാൻ, വാപ്പാന്റെ പൊണ്ടാട്ടിയാൻ, പക്ഷെ ഇടയിൽ ഫിത്തർ ഉണ്ടാക്കുന്നവരാൻ, തല്ലുമ്മയാണ്. അപ്പൊ വാപ്പ മോനെ അടിച്ചില്ല എന്ന് മാത്രമല്ല, ആ മോനെ വാരിയെടുത്തോണ്ട് പറഞ്ഞത്ര, മോനെ നീ വാപ്പാനെ കുറിച്ച് പാടണ്ട, നീ ഉമ്മാനെ കുറിച്ച് പാടണ്ട, നിനക്കിനി പാടാൻ മദീനയുടെ മണവാളനുണ്ട് മോനെ. അന്ന് മുതൽ ഉമർ ഖാദി റസൂലുള്ളാഹിനെ പറ്റി പാടുകയാണ്. പാടി റസൂലുള്ളാഹിന്റെ റൗദ ഷരീഫിന്റെ അവിടെ ചെല്ലുമ്പോ പൂട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കയ്യപുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അത്രേ, അസ്സലാമു അലൈക്കും ഉമർ ഖാദി. എന്നിട്ട് പറയാ, മുഹിയുദ്ദീൻ മാല പാടിക്കോ, പ്രവാചകനിലേക്ക് എത്താം. ആ പറഞ്ഞ മാലേന്റെ അവസ്ഥ ഈ പറഞ്ഞതൊക്കെ കള്ളക്കഥ. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഔലിയാക്കളുടെ മദഹിന്റെ പേര് പറഞ്ഞിട്ട് ഇവര് പഠിപ്പിക്കുന്നത് അവരെ നിന്ദിക്കാനാണ്. നമ്മൾ പറഞ്ഞു, ആ ബദരീങ്ങളുടെ പാതയിൽ നമ്മൾ സഞ്ചരിക്കണം, ആ ശ്രോതാക്കളുടെ പാതയിൽ നമ്മൾ സഞ്ചരിക്കണം, ആ റസൂലുള്ളാഹിന്റെ പാതയിൽ
നമ്മൾ സഞ്ചരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്രയും പറഞ്ഞിട്ട് ആ മഹാന്മാരുടെ നമ്മളോട് ചോദിച്ചില്ലേ, ഞാനൊക്കെ മൂപ്പര് പറഞ്ഞതാണ്, ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ 800 കൊല്ലം മുമ്പ്, 10,000 കൊല്ലം മുമ്പ് മഹാനായ ഇമാം നവവി, മഹാനായ പണ്ഡിതനെ രേഖപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉദ്ധരിക്കാൻ ആകെ ഒരു വിഷയം പറഞ്ഞുള്ളൂ, ഒരൊറ്റ വാക്ക്, വക്കാന യഖ്തുബു ഫിൽ അറബിയ എന്നൊരു വാക്ക് പറഞ്ഞ, ബാക്കിയൊക്കെ മുമ്പ് മലയാളത്തിലാണ് വ്യാഖ്യാനിച്ചേ. എന്നാൽ നിങ്ങൾക്കറിയോ, ആ ഇമാം നവവിയെ, ഈ പറഞ്ഞ ഇമാം നവവിയുടെ ഏത് ചര്യ സമസ്തക്കാരെ നിങ്ങൾ കൊണ്ട് നടക്കുന്നേ, ആ ഇമാം നവവിയുടെ ഏത് അധ്യാപനങ്ങളാ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? ഓരോന്ന് നിങ്ങളോട് എക്സാമ്പിളിന് വേണ്ടി പറയട്ടെ. ഈ നാട്ടിലോട് ഒരാൾ മരിച്ചു കഴിഞ്ഞാ സമസ്തക്കാരൻ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൊണ്ടുപോകാറുള്ളത്, സമസ്തക്കാരെവിടം വരെ പുരോഗമനവാദമെത്തിയെന്നറിയോ? ഇനി ദിക്ർ മാത്രം പോരാ, ഈജിപ്തിലൊക്കെ ബുറുദ പാടിയിട്ടാ കൊണ്ടുപോകുന്നതെന്ന് സ്വപ്നത്തിന്റെ ആശാൻ പകര മുഹമ്മദ് ഹസനി. നിങ്ങൾ ആലോചിച്ചൊക്കെ, മുപ്പര് തൂങ്ങി ഉറങ്ങി അപ്പ സ്വപ്നം കണ്ടു ഒരു ഫത്വ കൊടുക്കണ ആള് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇവിടെ വന്ന പേരോടിന്റെ ടീമിന്റെ ഫത്വ എന്താ അറിയോ? ഈക്കക്കാരെ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പോലും അവകാശമില്ല. കാരണം എന്താ, നിങ്ങളുടെ പള്ളിക്ക് നിങ്ങൾ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞ എന്താണ്, ഈക്കക്കാരൻ കഷ്ടപ്പെട്ട് നബീനെ കാണാൻ വേണ്ടി ഇങ്ങനെ വലിയൊരു ക്യൂവാൻ, ആ ക്യൂവിൽ ഇങ്ങനെ നിന്നപ്പോൾ ആ റൂമിൽ റസൂൽ ഉണ്ടെന്ന് അറിയപ്പെടണേ. ഈ സാധു അവസാനം റൂമിൽ ചെന്നപ്പോൾ അവിടെ റസൂലില്ല, കാന്തവരിക്കാൻ. ആ കാന്തവരാണ് റസൂലിനെ കാണാനുള്ള ടിക്കറ്റ് കൊടുക്കുന്നത്. ഇവര് മനസ്സിലാക്കി എന്താ അറിയാം, എന്ത് കിട്ടിയാലും ഇങ്ങനെ വിറ്റ് പരിചയിച്ചിട്ടേ അവര് മനസ്സിലാക്കി, നബീനെ കാണണമെങ്കിൽ, അള്ളാനെ കാണണമെങ്കിൽ ഇങ്ങനെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ പോയി കാണണം, എക്സിബിഷനൊക്കെ കാണുന്ന പോലെ. അവസാനം എന്തായി, ആ ഈക്കക്കാരൻ ഗ്രൂപ്പ് വിട്ട് AP-യിലേക്ക് മാറുകയാ. നിങ്ങളുടെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന ടീമില്ലേ, അവര് പറയാ നിങ്ങൾക്ക് അള്ളാനെ കാണാ അവകാശമില്ല. ഇനി ഒന്നുകൂടെ നിങ്ങൾ ആലോചിച്ചോളെ. അപ്പോ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഈ പകര ഹസനി പറഞ്ഞു, മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഇനി ബുറുദ വരെ പാടണം എന്നാണ്. നമ്മുടെ നാട്ടില് ദിക്റൊക്കെ ചൊല്ലിയിട്ടാ കൊണ്ടുപോവാം. ഇനി നിങ്ങൾക്കറിയണോ ഇമാം നവവി എന്താ പഠിപ്പിച്ചേ? ഇതൊക്കെ നിങ്ങൾ ഇമാം നവവി തന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ അൽ അദ്കാർ എന്ന് പറയുന്ന കിതാബിലൂടെ, അൽ അദ്കാറിന്റെ 136-ാമത്തെ പേജിലൂടെ പറയാ, വഅലം അന്ന സ്വവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹും അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാദ. ഏറ്റവും ശരിയായ വസ്തുത എന്നുള്ളത്, സലഫു സാലിഹ്യങ്ങൾ ചെയ്തിരുന്ന പാത എന്താണെന്നറിയോ? ആ മയ്യത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോ മൗനമായി പോകലാ. ഇനി അടുത്ത വാക്ക് എന്താണെന്നറിയോ? വലാ യുർഫഅ സൗതാ, ശബ്ദമുയർത്തപ്പെടാൻ പാടില്ല. ബിഖിറാഅത്തിൻ വലാ ബിദിക്റിൻ, ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ശബ്ദമുയർത്താൻ പാടില്ല. മയ്യത്തിന്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോ മൗനമായി നിങ്ങൾ സഞ്ചരിക്കണമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഓ എന്റെ സമസ്തക്കാരെ, അനുസരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇമാം നവവിയെ? കാരണം അല്ലാഹുവിന്റെ മുത്ത് റസൂലിന്റെ ചര്യത, സ്വഹാബത്തിന്റെ ചര്യതാണ്. മയ്യത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോ മൗനമായി പോകലാ. പ്രത്യേകമായ ടോണിൽ നിങ്ങൾ ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നു. പോകുന്നവരിങ്ങനെ ഏറ്റുപാടുകയാണ്. ആ രാഗത്തിന്റെ ഈരടികളിലൂടെയുള്ള യാത്രയല്ല മയ്യത്തിന്റെ കൂടെ പഠിപ്പിച്ചതെന്നാ. നീക്കേ സമസ്തക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാ. മുസ്തഫൽ ഫൈസിയോട് മുഖാമുഖത്തിലൂടെ ചോദ്യം വന്നു. ചോദിച്ചത് മുജാഹിദുകാരനല്ല, സമസ്തയുടെ ഒരു മുസ്ലിയാര് പറയാ. അല്ലദ്കാറെന്ന് പറയുന്ന ഇമാം നവവിയുടെ കിതാബില് മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൗനമായി പോകണമെന്ന ഇബാറത്തുണ്ടല്ലോ.
മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. മൂപ്പര് പറഞ്ഞു നബി അങ്ങനെ പറഞ്ഞതാണ്, കിതാബിലുള്ളതാണ്, മൗനായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു അതിൻ്റെ അർത്ഥം ദിക്ർ ചൊല്ലണ്ടെന്നല്ല. ഫാത്തിഹയില് ദുആഉൽ ഇഫ്തിതാഹില്ലേ, അത് നമ്മുടെ ഉറക്കല്ലല്ലോ ചെല്ല, അതിൻ്റെ അർത്ഥം അതില്ല എന്നല്ലല്ലോ. അങ്ങനെ പറഞ്ഞേ, അതിൻ്റെ അർത്ഥം ഇല്ല എന്നല്ല. അപ്പം അതുകൊണ്ട് മൂപ്പരുടെ ഫത്വ വളഞ്ഞു തിരിഞ്ഞു പിടിച്ച ഫത്വ വന്നാൽ എന്തേ പാടുള്ളൂ, ശബ്ദം പുറത്തേക്ക് വരാതെ മനസ്സിൽ ദിക്ർ ചൊല്ലിയാൽ മതി. അതിന് സുക്കൂത്ത് എന്ന് പറയുന്ന മൂപ്പര് പറഞ്ഞേ. അപ്പം എന്താണെങ്കിലും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ദിക്ർ കൊണ്ട് ഖുർആൻ കൊണ്ട് ശബ്ദം ഉയർത്താൻ പാടില്ല. നമ്മൾ ചെയ്യോ? അവിടെ നമുക്ക് ഇമാം നബവിയെ വേണ്ട, ഇമാം നബവിയുടെ പാതയങ്ങളെ നമുക്ക് വേണ്ട. ആ അവസ്ഥയിലല്ലേ സമസ്തക്കാര് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് പറയും കണ്ടോ, മുജാഹിദുകളായ ആളുകൾക്ക് അവർക്ക് ഇമാമീങ്ങളില്ല, അവർ ഇമാമീങ്ങളെ അംഗീകരിക്കാത്തവരാ. സത്യത്തിൽ നമ്മളല്ലേ ഇമാമീങ്ങളെ അംഗീകരിക്കുന്നേ. ഞങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനായിട്ട് പോവാ, നാളെ ഞാനും ഇതുപോലെ മയ്യത്ത് കെട്ടിൽ കിടക്കേണ്ടവനാണ് എന്ന ചിന്തയുണ്ടാക്കിയിട്ടാണ് ആ യാത്ര പോവാം, അതല്ലേ? ഇനിയോ ഇമാം നബവിയുടെ അടുത്ത പോയിന്റ്, നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചാലേ ആ മയ്യത്തിറക്കാൻ നേരത്തെ വീട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഖത്തീബിൻ്റെ ഒരു പ്രസംഗം ഉണ്ടാവും. ഈ മയ്യത്ത് വാക്കാലോ പ്രവർത്തിയാലോ നിങ്ങളോട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കുക. സാമ്പത്തികമായിട്ട് വല്ല ബാധ്യത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഇബ്രാഹിം കുട്ടി അത് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ പിന്നീക്കണോ പറയും ഇബ്രാഹിം കുട്ടി തരാനുള്ള എന്നെ മര്യാദക്ക് തന്നാൽ മതിയായിരുന്നു. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇനി എന്താണെങ്കിലും അവിടെ പറയും മൂത്ത മോൻ ഏറ്റെടുത്തു. ഇനി അടുത്ത പറയുന്ന ഡയലോഗ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. എല്ലാവരും മരിച്ച് മറവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മക്കൾ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, അത് വന്ന് കഴിച്ചിട്ടേ പോകാവൂ. പറയൂല്ലേ? ഇല്ലേ? ഉസ്താദ് എന്നെ അനൗൺസ് ചെയ്യൂല്ലേ? ഖത്തീബ് എന്നെ അനൗൺസ് ചെയ്യൂല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ വാപ്പാൻ്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കേണ്ട ആവശ്യമില്ല, അപ്പുറത്തന്നെ നമ്മൾ ചെമ്പ് കയറ്റി. പണ്ടൊക്കെ മയ്യത്ത് കൊണ്ടതിൻ്റെ ശേഷമാണ് ചോറ് വിളമ്പി തുടങ്ങുക. അപ്പോൾ മയ്യത്ത് പോയാലും കുഴപ്പമില്ല, ഇവിടെ ബിരിയാണി നെയ്ച്ചോറൊക്കെ നമ്മൾ തുടങ്ങി. 3-ാം രാവ് 5-ാം രാവ് 7:40 ആണ്ട് ഫാത്തി എങ്ങനെയാണ്ട് പോവാൻ. മൂന്നെന്താ അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ടേ. ആ മയ്യത്തിന്റെ കണ്ണൊക്കെ നോക്കിയാൽ വലിയ 2 ദ്വാരങ്ങളാണ്. ആരെങ്കിലും കണ്ടാല് പേടിച്ചോടി പോകുമെങ്കിൽ. അപ്പൊ വാപ്പാന്റെ ഉമ്മാന്റെ കണ്ണ് കബറി പൊട്ടുമ്പോ മോൻ ഇവിടെ ചിക്കൻ കാല് പിടിച്ചു പറിക്കുകയാണ്. 5-ാം രാവിന് ഇതാ തൊണ്ടക്കുഴി മുതൽ അടിപ്പള്ളി വരെ പൊട്ടാൻ. അന്ന് മോൻ പായസത്തിലൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഉമ്മാന്റെ നാശം എങ്ങനോ അത് ഇവിടെ ഇങ്ങനെ അർമാദിച്ചുകൊണ്ടിരിക്കാൻ. ഇനി ഉമ്മാക്ക് മരിച്ച ആൾക്ക് ഇഷ്ടമുള്ളത് ചീർണി കൂടെ കൊടുക്കണം എന്നാണ്. പണ്ട് ദക്കരിയ സലായി ചോദിക്കലുണ്ട്, ഈ നിലക്ക് 1.5 വയസ്സായ കുട്ടി മരിച്ച കുട്ടിക്ക് ഇഷ്ടമുള്ളത് മൊയിലേക്ക് കൊടുക്കാൻ പറ്റുമോ? വലിയ പോയിന്റ് അല്ലേ? മരിച്ച ആൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നാണ് ചീരണി. അപ്പൊ ഇവിടെ എനിക്ക് പറയാം, ഇവിടെ ഇമാം നബവിനെ അംഗീകരിക്കാൻ ഇവിടെ തയ്യാറുണ്ടോ? ശ്രദ്ധിച്ചോ, പേരോട് ഇവിടെ വായിച്ച ശറഹ് മുഹദ്ദബാൻ, ഇവിടെ വായിച്ച ശറഹ് മുഹദ്ദബ. ആരാണ് ഇമാം നബവി എന്നറിയോ? പണ്ഡിത കേസരിയാണെന്ന് പറഞ്ഞില്ലേ, മഹാനായ പണ്ഡിതനാണെന്ന് പറഞ്ഞില്ലേ? സമൂഹത്തിലെ ഒരാൾ പോലും നരകത്തിലേക്ക് പോകുന്നത് ഇഷ്ടമില്ലാത്ത പണ്ഡിതനാന്ന് പറഞ്ഞില്ലേ? അതേ ഇമാം നബീദ ചൊവ്വല്ലോ പഠിക്കാരെ, നിങ്ങൾ നരകത്ത് പോവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇമാം നബി പറയാ വഅമ്മാ ഇസ്ലാഹു അഹ്ലുൽ മയ്യിത്തി തുആമാ വജമ്മുൻ നാസി അലൈഹി ഫലം യുൻകൽ ഫീഹി ശൈഉൻ വഹുവ ബിദ്അത്തുൻ ഗൈറു മരിച്ച വീട്ടിൽ ആളുകൾ ഇതാ ഒരുമിച്ച് കൂടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്, അതിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് ഒരിക്കലും നല്ലതല്ല, സുന്നത്തില് വന്നിട്ടില്ല. അത് ബിദ്അത്താണ്, സുന്നത്തല്ല, ബിദ്അത്താണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പേരോടെ പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞില്ലേ, റമദാനിലെ അമലല്ല സ്വീകരിക്കൂല ബിദ്അത്തുകാരുടെ, നിങ്ങളുടെ ഫർളല്ല സ്വീകരിക്കൂല എന്ന് പറഞ്ഞില്ലേ?
ഇതാ ഇമാം നവവി പറയാ, മരിച്ച വീട്ടില് ഭക്ഷണമുണ്ടാക്കി ഒരുമിച്ച് കൂടി കഴിക്കുന്നവര് ബിദഈകളാ, പുത്തൻവാദികളാ. നിങ്ങളുടെ അമല് അല്ലാഹ്ക്ക് വേണ്ട, എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി പറയാ, ഫഇന്നഹാ ബിദ്അ വഗൈറു മുസ്തഹബ്ബ. സുന്നത്തല്ല, ബിദ്അത്താൻ. ഇവിടെ മാത്രല്ലാട്ടോ, 10 കിതാബില് 96-ാമത്തെ പേജിലുമുണ്ട്. അതൊരു പക്ഷേ പ്രായം വന്നവർക്കും അറിയാം. ഇങ്ങനെ ഇമാം നബി പഠിപ്പിച്ചു തന്ന കാര്യങ്ങളോ ഖുർആനോദി മയ്യത്തിന്റെ മേലെ ഹദിയ ചെയ്താൽ കിട്ടൂല എന്നാണ് ഷാഫി മദ്ഹബുകാരുടെ വിശ്വാസമെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൻ നജ്മിന്റെ 37-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ പറഞ്ഞപ്പോ അത് തന്നെ ഇമാം നവവി ശറഹ് മുസ്ലിമിന്റെ 1-ാം വാള്യം 90-ാമത്തെ പേജിലോട്, അത് കാറിന്റെ 140-ാമത്തെ പേജിലോട് ഇമാം നവവി പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നും ഖുർആനോദി പണം വാങ്ങാൻ പോകുന്നില്ലേ? ഇവിടെ ആലോചിച്ചൊക്കെ ഈ പറഞ്ഞ ഏതാനും എക്സാമ്പിൾ മാത്രം, വിശാലമായ തലങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി പേരോട് ഇവിടെ രണ്ടാമത് വരികയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത റൗണ്ടിൽ ഒരുപാട് അവസരമുണ്ട്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാം നവവിയുടെ ഏത് പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുക? ഏത് പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുക? ഇന്ന് മൂപ്പര് ആയിക്കോടെ ഇങ്ങനെ പറഞ്ഞു വന്ന വിഷയം എന്താ അറിയോ? ആ ഇമാമിങ്ങളുടെ പാതയത്തിലാണ്. സ്ത്രീകള് പള്ളിയിൽ പോകണ്ട, പെണ്ണുങ്ങള് പള്ളി പോകണ്ട. അതിന് മൂപ്പര് ഇങ്ങനെ തെളിവ് പറയും. അതായത് ഒരുപാട് മഹത്തതിൻ്റെ ഇടയിൽ മൂപ്പരെ മധുവൊക്കെ പറഞ്ഞിട്ട്, മഹാന്മാരുടെ മധുവൊക്കെ പറഞ്ഞ്, മഹാന്മാര് പണത്തിനല്ല. ഞാൻ പണ്ടേ പ്രസംഗിക്കാൻ തുടങ്ങിയ ആളാണ്, വാഴ്ത പറയാൻ തുടങ്ങിയ ആളാണ്, മർക്കസിൽ വരുന്നതിന് മുമ്പേ. മൂപ്പരെ മധുവും കൂടെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. അത് ഇമാം നവവി അതുപോലെ തന്നെ ഉള്ള ഒരുപാട് ഉലമാക്കളുടെ പ്രത്യേകത ഒക്കെ പറഞ്ഞ് മൂപ്പര അതിൻ്റെ ഇടയിൽ SP ബഹുമാനപ്പെട്ട ജ്ഞാനവർഗ്ഗങ്ങളൊന്ന് അടിച്ചു നോക്കിയതാണ്. അപ്പം അതിൽ മൂപ്പര് പറഞ്ഞു, ഞാനിങ്ങനെ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ വരുന്നതിന് മുമ്പേ പ്രാസംഗികനാണ്, അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് ദർജയേറ്റി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ, മർക്കസിന്ന് ഞാൻ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് കാന്തപുര ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ വലിയ പ്രാസംഗികനാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പണം തന്നാൽ പോകുന്ന സ്ഥലത്ത് നിന്ന് പൈസ കിട്ടിയാൽ എണ്ണി നോക്കണ്ട, കാരണം ഈമാനിനത് ഏൽക്കും, പിന്നെ കൂടുതൽ കിട്ടിയോടത്തൊക്കെ പോകാനുള്ള മനസ്സുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഉലമാക്കൾ അങ്ങനെ ഒന്നല്ല എന്നൊക്കെ പറയാനാ ശ്രമിച്ചത്. ഇനി പൈസ എന്തിനാ മേടിക്കണം? ഒരു മുടിയുമ്പോൾ 40 കോടി മേടിച്ചോ, ഇനി വേറെ പൈസ വേണം, അത് വേറെ. നിങ്ങൾക്ക് പുത്തമ്പള്ളിക്കാരോട് റിവേഴ്സ് സക്കാഫി എന്ന് പറഞ്ഞിട്ടൊരു സക്കാഫി ഉണ്ട്. പേര് ഞാൻ പറഞ്ഞിട്ട് ഈ സദസ്സിന്റെ ബർക്കത്ത് കളയണില്ല. നിങ്ങൾ പുത്തമ്പള്ളിയിലെ എപ്പിക്കാരോട് അന്വേഷിച്ച് നോക്കുക. പണ്ട് മുതലേ റിവേഴ്സ് സക്കാഫി എന്ന പേര്. അദ്ദേഹം ഫുഡിന്റെ മെനു കൊടുത്തപ്പോൾ ഉണക്കസ്രാവ് കൊടുത്തതും ചെറിയ പൈസ കൊടുത്തത് കാരണം മുന്നോട്ട് പോയ കാറ് റിവേഴ്സ് അടിച്ച് പൈസ എറിഞ്ഞു കൊടുത്ത് പോയി. ഇത്രയാണ് കാരണം. അദ്ദേഹത്തിന്റെ പേരൊന്നും ആരെയും ഇകഴ്ത്താനും നമ്മൾ പറയണില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എന്താ പറഞ്ഞേ? പൈസക്ക് വേണ്ടി ഞങ്ങൾ പ്രസംഗിക്കൂല, അത് ഉസ്താദ് എന്ന വസിയത്താണ് ഞങ്ങൾ നിറവേറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ നാട്ടിലെ വാഴ പരമ്പര നടക്കാറില്ലേ? മൗലിദ് നടക്കുന്നതും പൈസക്കാണ്, വാഴ നടക്കുന്നതും പൈസക്കാൻ. നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബുറുദയാണെങ്കിലും മാലയാണെങ്കിലും എന്തിനാ? പൈസക്കാൻ. ഞാൻ പറയേണ്ട പേരോട് തന്നെ പറയട്ടെ, നിങ്ങൾ യൂട്യൂബിൽ കണ്ടോ അല്ലേ? അദ്ദേഹം പറയാം മൊയ്ലിയന്മാരൊന്നും മൗലൂദ് നടത്തില്ല. എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ സാധാരണ ഒരു മൗലൂദ് നടത്തിയിട്ടേ പള്ളിയിൽ ഉസ്താദ് മൗലൂദ് നടത്താത്ത വഹാബിയാണ്, നബിയോട് സ്നേഹമില്ലാത്തവരാൻ, പുത്തംവാദിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉസ്താദിനെ വിളിച്ച് മൗലൂദൊക്കെ ഓതി ഉസ്താദ് സുന്നത്തൊക്കെ ആയില്ലേ, നമ്മൾ പിരിയല്ലേ. അപ്പോൾ ഉസ്താദ് പറയും പോട്ടെ, പോയിക്കൊള്ളാൻ പറയാം. പിറ്റേ ദിവസം വീണ്ടും പോയി വിളിക്കണം, ഉസ്താദ് ഇന്നലത്തെ പോലത്തെ ഒരു സുന്നത്ത് എനിക്കുണ്ട്, എൻ്റെ വീട്ടിലേക്കൊന്ന് വരും. ഉസ്താദ് പറയും പോയി പണിയോക്ക്, നിങ്ങൾക്ക് വേറെ പണിയുണ്ട്. കാരണം എന്താണ്? ഉസ്താദിന് ചില്ലറ ഫുലൂസിൻ്റെ ഇടപാടുണ്ട്, അത് നടത്തിയില്ലേ പിന്നെ കിട്ടൂല. എൻ്റെ പ്രിയമുള്ളവരെ, പേരോട് പറയും, ഉസ്താദ്മാർ നന്നായാലല്ലേ നാട്ടുകാർ നന്നാവുക. ഒരൊറ്റ മൊയ്ലിയന്മാർ അവരവരുടെ വീട്ടിൽ മൗലൂദ് ചെല്ലൂല, പിന്നെ എങ്ങനെ നാട്ടുകാർ ചെല്ലാന്ന്? ഇതല്ലേ നാട്ടിൽ നടക്കും. നിങ്ങൾ ആലോചിച്ച ഏത് കാര്യം? ഇപ്പൊ റമദാൻ റബീഉൽ അവ്വൽ ഈ 2 മാസമാണ് കൂടുതൽ വീടുകളിൽ മൗലൂദ് നടക്കുക. ഈ മാസം ഉസ്താദ് ലീവ് എടുക്കാൻ എത്ര ദിവസം ഉണ്ട് നോക്കി നോക്കി നിങ്ങൾ. അല്ലാത്ത മാസം ലീവ് കൂടിയ പ്രശ്നം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേദനിപ്പിക്കാൻ തോന്നണ്ട. കഴിഞ്ഞതിന് മുമ്പത്തെ വെള്ളിയാഴ്ച നാട്ടിൽ ബറാത്ത് രാവ്
പ്രിയമുള്ളവരെ, പ്രത്യേകമായി ഖബർ സിയാറത്ത് വേണമെന്ന് പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച ദിവസമാണ്. എണ്ണപ്പലഹാരം കൊണ്ട് ഖബറിലേക്ക് ഓടിയ നാളാ. നമ്മൾ പറയും എന്ത് സുന്നത്താ ഇതിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളിങ്ങനെ ഓരോ കീസിൽ എണ്ണക്ക പലഹാരം ഉണ്ട്, മറ്റേ കയ്യിൽ പൈസ ഉണ്ട്. ഇതുകൊണ്ട് ഈ ഉസ്താദിനെ ഏൽപ്പിച്ച പൈസയും കൊടുത്തു ഒരൊറ്റ നിപ്പ ഇതാ അപ്പാന്റെ ഖബറിന്റെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ ഇതല്ലേ നടക്കുക. ഉസ്താദ് ഇങ്ങനെ പറയാം അപ്പവൻ ആമീൻ. ഈ രണ്ട് സീൻ അവിടെ കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ഉസ്താദ് പറയും അവിടെ നിന്നോ. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഖബർ സിയാറത്ത് അടക്കാൻ. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി ഷാബാന് 15 ബറാഅത്ത് രാവ് എൻ്റെ വാപ്പാന്റെ ഖബറിന്റെ അവിടെ ഞാൻ പോയില്ലെങ്കിൽ എന്താ പറയാൻ? വാപ്പാനോട് സ്നേഹമില്ലാത്തവനാണ്. ബറാഅത്ത് രാവായിട്ട് പോലും വാപ്പാന്റെ ഖബറിനൊന്നും പോയില്ല. അങ്ങനെയല്ലേ എന്നെ കുറ്റപ്പെടുത്താൻ? ഞാൻ ചിലപ്പോൾ തലേന്ന് പോയിട്ടുണ്ടാവാം, രാവിലെ പോയിട്ടുണ്ടാവാം, പിറ്റേ ദിവസം പോയിട്ടുണ്ടാവാം. ഈ സമയം നിശ്ചയിക്കാൻ ആരങ്ങളോട് പറഞ്ഞേ? ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. 99.4% പള്ളികളിലെ ഖത്തീബുമാരും ആ നാട്ടുകാരിലല്ലോ, പുറത്ത് നാട്ടിലുള്ള ആളുകളായിരിക്കും. അങ്ങനെയല്ലേ? നാട്ടുകാരുടെ വാപ്പാക്കുമ്മക്കൊക്കെ ദുആ ചെയ്ത് കൊടുക്കാൻ ഖത്തീബ് ഷാബാൻ 15 അസറിന് ശേഷം മഹല്ലിലെ ഖബർസ്ഥാനിലാണ്. ഞാൻ ചോദിക്കട്ടെ, ആ ഉസ്താദിന്റെ വാപ്പാന്റെ ഉമ്മാന്റെ ഖബറിങ് ആരാ ദുആ ചെയ്യാൻ പോവാ? ഈ മോനെ പഠിപ്പിച്ചിട്ട് ഒരു അനുസരണയില്ലാത്ത മോൻ. പറയാൻ പറ്റുമോ നമുക്ക്? പറയാൻ പറ്റുമോ നമുക്ക്? ദീനിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഉസ്താദുമാർ അവരുടെ വീട്ടിലെ മൗലിദ് ഓതുന്നില്ല. ഉസ്താദുമാർ അവരുടെ വീട്ടിലൂടെ മാല മൗലിദ് ഓതുന്നില്ല. പറഞ്ഞത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെയാ. എൻ്റെ പ്രിയമുള്ളവരെ, പൈസക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് കള്ളം പറഞ്ഞതല്ലേ. 50,000 വേണ്ടി പ്രസംഗിക്കുന്നവരില്ലോ, 30,000 വേണ്ടി പ്രസംഗിക്കുന്നവരില്ലോ. എൻ്റെ പ്രിയമുള്ളവര്, ദീനെന്ന് പറയുന്നത് കച്ചവട കമ്പോളങ്ങളിലോട് കൊണ്ടുപോയി വെച്ചില്ലേ. ലോകത്തിന്റെ മുത്ത് നേതാവ് പറയാ, ഖിയാമത്ത് നാളിന്റെ അലാമത്ത് പറയുമ്പോ മതത്തിന് വേണ്ടിയിട്ടല്ലാതെ ഇൽമ നേടുന്ന സാഹചര്യം ഉണ്ടാവാ, അത് ഖിയാമത്ത് നാളിന്റെ അലാമത്തെന്നാണ്. എന്നിട്ട് മൂപ്പരിങ്ങനെ എല്ലാവരുടെയും വധു പറഞ്ഞിട്ട് പറയാ, ഈ മഹാന്മാരൊന്നും അവരുടെ ഭാര്യമാരെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇവിടെയുള്ള ചൊവ്വല്ലൂരിന്റെ പള്ളിയില് പെണ്ണുങ്ങള് പള്ളിയിൽ കയറുന്നുണ്ട്. അതുകൊണ്ടത് സുന്നത്തിന്റെ പള്ളിയല്ല, അത് സുന്നത്തിന്റെ പള്ളിയല്ല എന്ന് പറഞ്ഞവരോട് ന്യായം പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങ് സൂറത്തുൻ നൂറില് 36-37 ആയത്തില് വരിജാലം എന്ന പദം ഉപയോഗിച്ചു. അതിന്റെ അർത്ഥം അത് പുരുഷന്മാർക്കുള്ള പള്ളിയാണെന്നാണ്. മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട ആയത്തില് സൂറത്ത് തൗബയിലൂടെ പടച്ച തമ്പുരാന് പറഞ്ഞപ്പോ അതിൽ ആണുങ്ങളുണ്ടെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ പള്ളികളിലെ പെണ്ണുങ്ങൾ കയറാൻ പാടില്ല എന്നാ. ഓ എന്റെ പേരോടെ ചോദിക്കട്ടെ നിങ്ങളോട്, സൂറത്ത് തൗബയില് ഫീഹി റിജാൽ എന്ന് പറഞ്ഞ ആയത്തോതിയ മസ്ജിദുൽ അഖ്സയില്, ആ മസ്ജിദുൽ അഖ്സക്ക് പ്രത്യേകമായ ഒരു കവാടമുണ്ട്. മുസല്ലൻ നിസാ, സ്ത്രീകളുടെ കവാടമുണ്ട്. ആയത്ത് ഓതി പറഞ്ഞു, മസ്ജിദുൽ അഖ്സാനെ പറ്റി ഓതി ആയത്ത് ആണുങ്ങൾക്ക് മാത്രമല്ല പള്ളി. ആ പള്ളിക്ക് പ്രത്യേക കവാടം ഏതാണ്? മുസല്ലൻ നിസാ, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള കവാടം. അങ്ങനല്ലേ? അങ്ങനല്ലേ പ്രിയമുള്ളവരെ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ ആയത്തിലെ റിജാൽ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമേ പറ്റൂ എന്നാണ്. ഖുറാനിൽ വേറെ ഒരു ആയത്തുണ്ടേ. ഖുറാനിൽ വേറൊരു ആയത്തുണ്ട്. അല്ലാഹു തആല പറയാ, മാ ജഅലല്ലാഹു ലിറജുലിൻ, ഒരു പുരുഷൻ അല്ലാഹു ആക്കി കൊടുത്തിട്ടില്ല, ഖൽബൈനി ഫീ ജൗഫി, അവന്റെ ഉള്ളില് 2 ഹൃദയം പടച്ചവനാക്കി കൊടുത്തിട്ടില്ല. അവിടെ ഉപയോഗിച്ച പദം റജുലൻ. അതിൽ ആണുങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്കാർക്കും ഹൃദയം, എല്ലാവർക്കും 2 ഹൃദയം ഉണ്ട് എന്നർത്ഥം. കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഖുറാനിന്റെ ഭാഷയാണത്. റിജാൽ റജുലൊക്കെ ഉപയോഗിക്കും. അപ്പൊ അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളെ പറഞ്ഞു. എല്ലാ പദം റജുലൻ. എന്നാ പെണ്ണുങ്ങൾക്ക് അർശിന്റെ തണലല്ല കൊടുക്കൂല എന്നതിന്റെ അർത്ഥം ആണോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിഷയത്തിലെ ദുർവ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കുക. ആ ആയത്തിന്റെ ദുർവ്യാഖ്യാനം മനസ്സിലാക്കുക. പെണ്ണ് പള്ളി കയറണ്ട എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയോ, പെണ്ണ് പള്ളി കയറണ്ടെന്നല്ല റസൂലുള്ളാഹിന്റെ അധ്യാപനം. എന്താണെന്നറിയോ? ആ സ്ത്രീ പള്ളി പ്രവേശനം വിഷയം തുടങ്ങാൻ
പേരോട് തുടങ്ങിയ ഒന്നാമത്തെ വാചകം എന്താണെന്നറിയോ? ഇവിടെ ഈ വാതിന് ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ സ്ത്രീകളുടെ വിഷയം അവസാനിപ്പിച്ചതോ സ്ത്രീകൾക്ക് ഉള്ളിന്റെ ഉള്ളാണ് ഉത്തമമെന്നാ. അപ്പൊ ഒന്നാമത്തെ വാചകം എന്താ? ഇവിടെ ഒരുപാട് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ വന്നത് ഏത് ഗണത്തിലാ മൂപ്പരിപ്പെടുത്തുക? ആ പെണ്ണുങ്ങൾ വന്നത് ഇൻഷാ അല്ലാഹ് അതിന്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടുണ്ടോ പള്ളി സ്ത്രീകൾക്ക്? ഇവിടെ വാക്ക് കേട്ടാൽ എന്താ പറയുന്നറിയോ? ഷാഫി ഇമാം പറഞ്ഞില്ലേ, ഷാഫി ഇമാമിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചില്ലേ, ഷാഫി ഇമാമിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചില്ലേ? ഇവിടെ പറഞ്ഞു, ഷാഫി ഇമാമ പറയുന്നു, ഷാഫി ഇമാമ പറയുന്നു, പെണ്ണ് പള്ളി പോയതായിട്ട് എനിക്കറിവില്ല. ഒരു പെണ്ണും പള്ളിയിലേക്ക് പോകാൻ പാടില്ല. പള്ളി പോയതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. രാവിലോ പകലിലോ പള്ളി പോകാൻ പാടില്ല എന്ന് ഷാഫി ഇമാം പറഞ്ഞു എന്ന് അറബിയിലെ ഇബാറത്ത് ഉദ്ധരിച്ചപ്പോ പേരോടെ അതെവിടെയാണുള്ളതെന്നറിയോ? ഇഖ്തിലാഫുൽ ഹദീസിലാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഖ്തിലാഫുൽ ഹദീസിൽ ഉദ്ധരിച്ച വാചകമാണ്, പെണ്ണ് പള്ളി പോയതായിട്ട് അറിവില്ല എന്നില്ല. എല്ലാ വാക്കുകൾ തുടങ്ങുമ്പോഴോ അവിടെ നിന്ന് ഷാഫി ഇമാം പറയുന്നത്, നോക്കണേ നിങ്ങള്, വലം തഅലം, അദ്ദേഹം പറയാണ് എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് നിർബന്ധമാണെന്ന ഹുക്കുമിനെ സംബന്ധിച്ച ഫർള് വാജിബ് എന്ന് പറഞ്ഞിട്ട് പലതവണ പദമതിന് മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. അഥവാ പെണ്ണിന് പള്ളി നിർബന്ധമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളോട് ചോദിക്കും, ഞങ്ങളുടെ വാദം എന്താ? പെണ്ണ് പള്ളിയിൽ വരൽ നിർബന്ധമാണെന്ന് ഞങ്ങൾ പറഞ്ഞു? ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഷാഫി ഇമാം പറഞ്ഞതും അത് തന്നെയാണ്. പെണ്ണിന് പള്ളി നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല. എന്തായാലും പള്ളി വന്നേ പറ്റൂന്ന് നമ്മൾ പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാൽ നമ്മൾ ആലോചിച്ചൊക്കെ, ആണ് പള്ളി വന്നില്ല, അവന്റെ വീട് വിറകിട്ട് കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആഗ്രഹിക്കുന്നതിനെയാണ്. പക്ഷെ ഒരു പെണ്ണ് പള്ളി വന്നില്ല വെച്ചിട്ട് അവളുടെ വീട് തീയിട്ട് കരിക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞില്ല. നിർബന്ധമായി പിടിച്ചു വലിച്ച് കൊണ്ടുവന്നോളെന്ന് പറഞ്ഞില്ല. എന്നാൽ നോക്ക്, നിങ്ങള് ഹദീസുകളെ എഴുതി വെച്ച് പഠിച്ചോ പ്രിയമുള്ളവരെ? നോക്ക് നിങ്ങള്, സ്വഹീഹുൽ ബുഖാരിയിലെ 873 നമ്പർ ഹദീസ് ഇല്ലയോ? അള്ളാന്റെ മുത്ത് റസൂല് പറയാ, ഇദസ്തുദിനത് ഇംറഅതി അഹദികും മിനൽ മസ്ജിദി ഫലാ യംനഹാ, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് നിങ്ങളോട് അനുമതി ചോദിച്ചാൽ അവളെ നിങ്ങൾ തടയാൻ പാടില്ല. ഞാൻ പറഞ്ഞ അർത്ഥം പോലെ നിങ്ങൾക്ക് സ്വഹീഹുൽ ബുഖാരിയുടെ പരിഭാഷ, സമസ്തയിറക്കിയ പരിഭാഷയില്ലേ, ഇബ്രാഹിം പുത്തോർ ഫൈസി എഴുതിയ പരിഭാഷയില്ലേ, അതിലൂടെ കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവളെ തടയാൻ പാടില്ല. പെണ്ണ് പള്ളി പോട്ടെ എന്ന് അനുവാദം ചോദിച്ചാൽ തടയാൻ ഭർത്താവിന് അധികാരമില്ല. സ്വഹീഹുൽ ബുഖാരി. തീർന്നില്ല. ഇബ്നു മാജയുടെ 16 ഹദീസ് എന്താണെന്നറിയോ? ലാ തംനഉ ഇമാ അല്ലാഹി അയ്യുസല്ലീന ഫിൽ മസ്ജിദ്, പെണ്ണുങ്ങളെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനെ നിങ്ങൾ തടയല്ലേ. പെണ്ണുങ്ങൾ പള്ളിയിൽ നമസ്കരിക്കുന്നത് നിങ്ങളെ തടയാൻ പാടില്ല. ഇബ്നു മാജയുടെ ഹദീസാൻ. ഇനി ബുഖാരിയുടെ താരിഖുൽ കബീർ 1854 ഹദീസാണ്. ലാ തംനഉൻ നിസാ ഹുദൂദഹുന്ന മിനൽ മസാജിദ്, അല്ലാഹുവിന്റെ അടിമകളായ സ്ത്രീകൾക്ക് പള്ളികളിൽ നിന്നുള്ള ഓഹരി നിങ്ങൾ തടയാൻ പാടില്ല. അവർക്ക് പള്ളിയിൽ നിന്ന് ചില കൂലി ലഭിക്കാനുണ്ട്, അവർക്ക് പള്ളികളിൽ ചില ഓഹരികൾ ലഭിക്കാനുണ്ട്. ആ ഓഹരികളെ നിങ്ങൾ തടയാൻ പാടില്ല. ആ ഓഹരികളെ നിങ്ങൾ തടയാൻ പാടില്ല. അള്ളാന്റെ പള്ളികളെ തൊട്ട് അടിമകളെ തടയാൻ പാടില്ല. അപ്പോഴോ മൂപ്പര് പറഞ്ഞെന്താ അറിയോ? അങ്ങനെ സുബൈക്ക് വന്നാൽ ഒരാണാണെങ്കിൽ പള്ളിക്ക് ഇങ്ങനെ വരാം, പക്ഷെ സുബൈക്കൊരു പെണ്ണ് പള്ളി വന്നു, പിന്നെ അവൾ ചില ദിവസം വരാതിരുന്നാൽ നാട്ടുകാർ മൊത്തം മനസ്സിലാക്കി അവൾക്ക് ആ ദിവസം മെൻസസ് ആണെന്ന്
അതുകൊണ്ട് ആ പെണ്ണിനെ നാണം കെടുത്താൻ അല്ല ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. ഇവരെ മൊയ്ലിയന്മാരുടെ വീക്ക് പോയിന്റുകൾ ഇവിടെ ഒക്കെ പിടിച്ചാൽ മതി. ഇവരെന്തെന്നെ പറഞ്ഞാലും അതിൻ്റെ ലെമീറൊക്കെ മടങ്ങ എടുക്കാൻ. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇതാരെങ്ങളോട് പഠിപ്പിച്ചേ? സുബൈക്ക് പെണ്ണ് പള്ളി വന്നിട്ടില്ലേ? ഇല്ലേ? സൊഹീൽ ബുഖാരിയിലെ ഒരു അധ്യായത്തിന്റെ പേരെന്തെന്നറിയോ? ഒരു ചാപ്റ്ററിന്റെ പേരെന്തെന്നറിയോ? ബാബ് സുറഅത്തി ഇൻസിറാഫുൻ നിസാഇ മിനസ് സുബ്ഹി വഖില്ലത്തു മഖാമിഹിന്ന ഫിൽ മസ്ജിദ്. നോക്കണേ നിങ്ങൾ, ബാബ് സുറഅത്തി ഇൻസിറാഫിൻ നിസാ, സ്ത്രീകൾ പിരിഞ്ഞു പോകാൻ ധൃതി കാണിക്കുന്ന അധ്യായമാണ് മിനസ് സുബ്ഹി, സുബഹിയിൽ നിന്നും. വഖില്ലത്തു മഖാമിഹിന്ന ഫിൽ മസ്ജിദ്, പള്ളിയിൽ നിൽക്കല് കുറച്ചതിൻ്റെയും അധ്യായം. പെണ്ണുങ്ങളെ പള്ളി വന്ന സുബഹി നിസ്കരിച്ചിട്ട് വേഗം പിരിഞ്ഞു പോയതും പള്ളിയിൽ അധികം നിൽക്കാതിരുന്നതുമായ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ബാബ്. ഇനി പേരോടിന് ഞാൻ അതിൻ്റെ ലമീറും മുഹന്നസൊന്നും പഠിപ്പിച്ചാറുണ്ടല്ലോ. മക്കാമി ഹിന്ന എന്ന് പറഞ്ഞ ഹിന്ന ഏതാൻ അതാരാൻ? അത് സ്ത്രീകളാണ്. ബഹുവചന സ്ത്രീലിംഗ ആയിബിന്റെ പ്രയോഗാൻ എന്നൊക്കെ അറിയാലോ. അപ്പൊ അതുകൊണ്ട് അവര് പള്ളിയിൽ നിന്ന് പെട്ടെന്ന് പോയത്, സുബഹി നിസ്കാരം നിർവഹിച്ച് പിരിഞ്ഞു പോയ അധ്യായം അല്ലേ സ്വഹീഹുൽ ബുഖാരിയിലാണ്. ആരാ ഹദീസ് ഉദ്ധരിക്കുന്നത്? ഇവരെന്താ പറഞ്ഞേ? നമ്മുടെ കേരളത്തിലെ പാണക്കാട് കുടുംബത്തിലെ ആളുകൾ പോയിട്ടില്ല. ഇവിടെ വന്നപ്പോൾ പാണക്കാട്ടേരോട് ഒരു സ്നേഹ, മറ്റേ കണ്ട വാളെടുക്കുന്ന ആൾക്കാരൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ, അവർക്ക് ബർക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഇവിടെ വന്നത് ഇക്കേടെ പള്ളിയിലാൻ. ഇവരൻ എൻ്റെ ബഹുമാനപ്പെട്ട ജലീലാജി എന്നെ വിളിച്ചപ്പോൾ സാധുവായ പാപിയായ ഞാൻ വന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ, അവിടെ വന്നിട്ട്, കാരണം അത് ഇക്കട പള്ളിയാണോണ്ട് നമ്മുടെ പാണക്കാട് തങ്ങന്മാർ അവർ ഭാര്യമാരെ കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ മഹാന്മാരായ ഉള്ളാട് തങ്ങള് ഭാര്യമാരെ കൊണ്ടുപോയിട്ടില്ല. സാധുവായ ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ടുപോയിട്ടില്ല. ഇതെങ്ങനെ ദീനിലെ തെളിവ്? റസൂലിന്റെ ഭാര്യമാരോ പെൺമക്കളോ പോയതായി തെളിവില്ല എന്ന് പറഞ്ഞില്ലേ? ഈ ബാബിന്റെ പേരെന്ന സുബൈക്ക് പള്ളിന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോയ എന്റെ പേര് ഹദീസ് ഉദ്ധരിച്ചത് ആരാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഐഷ റളിയല്ലാഹു അൻഹ. പറയാൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി അസ്സുബ്ഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരം നിർവഹിക്കുകയാണ്. ആ സന്ദർഭത്തിലോ ബിഉലസിൻ, നല്ല ഇരുട്ട് മൂടിയ സമയത്ത് തന്നെ, ഇരുട്ടുള്ള സമയത്ത് തന്നെ പ്രവാചകൻ സുബഹി നമസ്കരിക്കാറുണ്ട്. ഫയൻസരിഫ്ന നിസാഉൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ സ്ത്രീകൾ എന്ത് ചെയ്യും? പിരിഞ്ഞു പോകും. അവര് ലാ യുഅറഫ്ന മിനൽ ഉലസ്, ഇരുട്ട് കാരണം സ്ത്രീകളെ തിരിച്ചറിയപ്പെടാറില്ല. ഔലാ യുഅറഫു ബഅലഹുന്ന ബഅലാ, അവരിൽ ചിലര് പരസ്പരം പോലും തിരിച്ചറിയാറില്ല. പെട്ടെന്ന് സുബഹി കഴിഞ്ഞ് ആ സ്വഹാബാ വനിതകളെ തിരിച്ചു പോകാറുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമാ. ആ അധ്യായത്തിലൂടെ ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസാൻ. എന്താ പറഞ്ഞേ? സുബഹി നേരം വെളുക്കാൻ കാത്തുക്കോലെ, ഇരുട്ടിൽ എന്ന റസൂൽ നിസ്കരിക്കും. ഫദറിന്റെ സമയമായാൽ ആ സമയത്ത് സ്വഹാബാ വനിതകള് പെട്ടെന്ന് പിരിഞ്ഞു പോവും. ഇരുട്ട് കാരണം ആരാന്ന് പോലും തിരിച്ചറിയപ്പെടാറുണ്ടായിരുന്നില്ല. പിന്നെ ഭാര്യമാര് പോയില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? മുത്തഫഖുൻ അലൈഹി ഹദീസ, ബുഖാരി മുസ്ലിം. നോക്കിയേ, ബുഖാരി 578 ഹദീസ്, മുസ്ലിം 230 ഹദീസ്. എന്താ? കുന്ന നിസാഉൽ മുഅ്മിനാതി യഷ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി സുമ്മ യൻഖലിബന ഇലാ ബുയൂതിഹിന്ന. ചില സ്ത്രീകൾ തീർച്ചയായും ആ സ്ത്രീകളായിരുന്നു നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സ്ത്രീകളായിരുന്നു. അള്ളാന്റെ ഹബീബിന്റെ കൂടെ സുബഹിന്റെ ജമാഅത്തിന് അവരെ പങ്കെടുത്തിരുന്നു. ആരെ? നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സ്ത്രീകള്. എന്റെ പ്രിയമുള്ളവരെ, എന്താ പ്രയോഗം എന്നറിയോ? പേരോടിന് നന്നായി മനസ്സിലാകുമല്ലോ. നിസാഉൽ മുഅ്മിനാത്ത്, കുന്നൽ മുഅ്മിനാത്ത് എന്നല്ല പറഞ്ഞത്, നിസാഉൽ മുഅ്മിനാത്ത്. ഇബ്നു ഹജറുൽ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ വ്യാഖ്യാനം എഴുതിയത് എന്താ? ആ നിസാഉൽ മുഅ്മിനാത്തിന്റെ പ്രയോഗം, അതായത് ഫാളിലായുന്ന ശ്രേഷ്ഠവതികളായ വനിതകള്, ഏറ്റവും ശ്രേഷ്ഠരായ സഹാബ വനിതകള്, അവരാ സുബഹി ജമാഅത്തിന് പോലും പള്ളി വന്നേ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇവിടെ വന്ന് നിസാഉൽ മുഅ്മിനാത്ത് പറഞ്ഞ
ഞാനിവിടെ പറയാം, ഇവിടെ കുറച്ച് ആൾക്കാർ വന്നു. അക്വാമുമ്മിന റിജാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ആണുങ്ങൾ വന്നു എന്നല്ല, ആണുങ്ങളിൽ കുറച്ച് പ്രശസ്തിയുള്ള ആൾക്കാർ വന്നു എന്നാണ്. അതാണ് അതിന്റെ പ്രയോഗം. ഇവിടെ നോക്കിയേ, ശ്രേഷ്ഠവതികളായ സ്ത്രീകൾ വരാൻ, എന്നിട്ടോ അവരവരുടെ വീടുകളിലേക്ക് നിസ്കാരശേഷം പിരിഞ്ഞു പോയി. മാത്രമല്ല നിസ്കാരം നിർവഹിച്ചിട്ടാണ് അവര് പിരിഞ്ഞു പോയത്. ഇരുട്ട് കാരണം ആരെയും തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഭാര്യമാരെ പോയില്ല, സ്വഹാബ വനിതകളെ പോയില്ല എന്ന് റബ്ബിന്റെ ആഖിറം പേടിക്കുന്നുവെങ്കിൽ പേരോട് ഇനി പറയണ്ട. വയസ്സെത്രയുമായില്ലേ, നിറവീണ് തുടങ്ങിയില്ലേ. അള്ളാന്റെ ദീനിലൂടെ കളവ് പറഞ്ഞു പോയാൽ ആഖിറം തകരും കേട്ടോ. നിങ്ങളുടെ ആഖിറം പോയാലും പാവപ്പെട്ട ജനങ്ങളെ നിങ്ങളെ വഴിതെറ്റിക്കല്ലേ. അള്ളാന്റെ പള്ളി കയറണ്ടെന്ന് പറഞ്ഞ എന്ത് കാരണത്തിലാണ്? സ്ത്രീകളുള്ളത് കൊണ്ടാണ്. അതിന് മൂപ്പര് പറഞ്ഞു, സ്ത്രീകൾ അടിച്ചമർത്തിയതല്ലാട്ടോ, വിശുദ്ധമായ കഅബയിൽ അവസരം തന്നില്ലേ, അപ്പൊ തവാഫിയുമാണ് മാറി നിസ്കരിക്കാം. പിന്നെ നിങ്ങൾ ഉംറക്ക് പോയി മസ്ജിദുൻ നബവിക്ക് പോയത് എന്തിനാ? അവിടെ എവിടെ തവാഫ് ചെയ്യാനാണ്? അവിടെ ഒന്ന് ആലോചിക്കണ്ടേ. അല്ലാത്ത പള്ളിയിൽ ഇപ്പൊ കണ്ടില്ലേ, കോഴിക്കോട് ഭാഗത്തു നിന്നൊരു ടീം പോയിട്ട് പള്ളി കയറി നിസ്കരിച്ചത് മൊയിലാരും സ്ത്രീകൾ നിസ്കരിച്ചു. അവിടെ പ്രശ്നമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുക. ഈ ഉംറ യാത്രയിലൊക്കെ പള്ളിയിൽ പലപ്പോഴും കയറി നിസ്കരിക്കേണ്ടി വരുന്നൊക്കെ ഉണ്ട്. ഇവിടെ ആ യാത്ര തന്നെ നിങ്ങൾ പാസ്പോർട്ടിൽ, സമസ്തക്കാരായ സ്ത്രീകൾ ഉംറക്ക് പോയി അവരുടെ പാസ്പോർട്ടിൽ വിസ പിന്നെ സ്റ്റാമ്പ് ചെയ്തോന്നെടുത്ത് വായിച്ചു. അതിൽ മൊഹിരിമിൻ്റെ പേരുണ്ടാവും, ഏതെങ്കിലും ഒരു മൊയിലേരുടെ പേരാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ ആലോചിച്ച മഹറമില്ലാതെ യാത്ര പോകാൻ പറ്റില്ല. ആ മഹറമിൻ്റെ പേര് ആരെ കൊടുക്കുക? ഏതെങ്കിലും ഒരു മൊയിലേര്, ഏതെങ്കിലും വേറെ കുടുംബത്തിൽ അന്യപുരുഷന്റെ പേരും കൊടുത്ത് കച്ചവടം ഉണ്ടാക്കണം. ഉംറയില്ലേ, ആ ഉംറയിൽ ഒരു മൊയിലേരും ഒരു പട സ്ത്രീകളും 2-3 ആണുങ്ങളും. ഇതാണ് ഉംറ യാത്ര നിങ്ങൾ ഹറമിൽ പോയ കാണുന്നത്. ഇവിടെ ഉംറക്ക് പോയോണ്ട് മാറി അവർക്ക് നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. നിർബന്ധമായിട്ട് വരണം എന്നല്ല, അവർ വീട്ടിൽ നിന്ന് വേണേ നിസ്കരിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷേ അവർ അനുവാദം ചോദിച്ചാൽ തടയാൻ പാടില്ല. ഇപ്പൊ സമസ്ത കുറച്ചൊക്കെ നന്നായി. ഞാൻ കുറച്ച് ഇവിടുന്ന് തന്നെ പറയാം ഇല്ലേ, ചാലിശ്ശേരിയിലെ മണ്ണാറപ്പറമ്പിന്റെ ഈക്യ സമസ്തയുടെ പള്ളിയിലെ തറാവീഹിന് പെണ്ണുങ്ങളുണ്ട്. എവിടെയാണെന്നറിയോ? മദ്രസയുടെ അകത്താ. ആ മദ്രസ എന്ന് പറഞ്ഞാൽ ജുമാ മസ്ജിദിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളില് ഖബർസ്ഥാനിന്റെ ഓരത്ത് പള്ളിയിൽ നടക്കുന്ന പുരുഷന്മാരുടെ തറാവീഹിന് ഫോളോ ചെയ്തുകൊണ്ട് നിസ്കരിക്കുമ്പോ എന്തേ ഉള്ളിന്റെ ഉള്ളിൽ പോയോ, ഉള്ളിന്റെ ഉള്ളിൽ പോയോ. പെരുമ്പലാവുന്ന കേച്ചേരിയിൽ വരുമ്പോ നോക്കണേ, നിങ്ങൾ പന്നിത്തടം എത്തുന്നതിന് മുമ്പ് ബദർ പള്ളിയില്ലേ, അതിന്റെ പുറകിലുണ്ട് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് സൗകര്യമെന്നാൻ. അതും വേണ്ട, ഇവിടെ വന്ന് സംസാരിച്ച പേരോട് നിങ്ങളുടെ മറ്റൊരു പ്രാസംഗികനിൽ പിള്ളക്കാടെന്ന് പിള്ളയായി മടങ്ങേണ്ടി വന്ന അലവി സഖാഫിയില്ലേ, ആ സഖാഫിയുടെ കൊളത്തൂരിന്റെ മണ്ണിൽ സമസ്തയുടെ പള്ളിയുണ്ട്. വെറുതെ പറയുന്നതല്ലാട്ടോ. നോക്കണേ, കൊളത്തൂർ ടൗണിൽ നിന്ന്, കൊളത്തൂരിന്റെ മെയിൻ റോഡിൽ നിന്ന് കൊളത്തൂർ ബസ് സ്റ്റാൻഡിന്റെ ഇടയിൽ വയലിനോട് ചേർന്നുള്ള നിങ്ങളുടെ പള്ളിയില് ഒരേ ഒരു കവാടം മാത്രമാ. ആണിനും പെണ്ണിനും ഒരു ഡോറ്. അതിൻ്റെ ഉള്ളിൽ കാബോർഡ് കൊണ്ട് തിരിച്ചു വെച്ച പെണ്ണിന്റെ നിസ്കാരത്തിന്റെ ഭാഗമുണ്ടെങ്കിലോ എങ്ങനെയാ നിങ്ങൾക്ക് സുന്നത്ത് പറയാൻ അവകാശം? വിമർശിക്കാൻ എവിടെയാ നിങ്ങൾക്ക് അവകാശം? ഉള്ളിൻ്റെ ഉള്ളിൽ പറയാൻ എവിടെയാ നിങ്ങൾക്ക് അവകാശം? അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ പടപ്പറമ്പെന്ന് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരാം. നിസ്കരിക്കാൻ ഒരു സൗകര്യത്തിന് കൊളത്തൂർ, ഞാനും സദസ്സിലുള്ള പരീതിക്കുണ്ട്. അവിടെ നിസ്കരിക്കാൻ സൗകര്യം നോക്കി കൊളത്തൂർ ഒരു പള്ളി കണ്ട് നോക്കുമ്പോൾ ആടിനും പെണ്ണിനും ഒറ്റ ഡോറ്. ആ ഡോറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പെണ്ണ് നിസ്കരിക്കുക. അവിടെ അലവി സക്കാഫിൻ്റെ നാട്ടിൽ സമസ്തൻ്റെ പള്ളിയിൽ. എന്നിട്ട് പറഞ്ഞു ഉള്ളിൻ്റെ ഉള്ളോട് ഒത്തുപോയി ഈ പള്ളി കയറേണ്ട, അത് ശരിയല്ല, നിസ്കാരം ശരിയാവില്ല. അങ്ങനെ ഒരു ഹുക്കുമുണ്ടോ? എല്ലാ പള്ളിയിൽ നിന്ന് യാത്രക്കാരികൾ, എന്താ യാത്രക്കാരിയല്ല നിങ്ങൾ മൂക്ക് മുറിക്കോ? ഒരു മൊയിലേരി കവാടത്തിൽ ഇങ്ങോട്ട് വാ സൈനബാൻ്റെ ടിക്കറ്റ് എവിടെ? സൈനബാൻ്റെ ടിക്കറ്റ്, ആമിനുവിൻ്റെ ടിക്കറ്റ്, എവിടുന്ന് പോകണം, എവിടേക്ക് പോകണം, എപ്പോൾ വരുന്നേ, അത് നോക്കിയിട്ട് നാട്ടുകാർ പെണ്ണ മാർക്ക് നിനക്ക് ടിക്കറ്റ് ഇല്ല, നിസ്കരിക്കണ്ട. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ വക തരികട പരിപാടി ഉള്ളിൻ്റെ ഉള്ളു മതി എന്ന് പറയുന്നവരോട് ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇനി ഒരു ഗണ്ണന ആവശ്യമാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ പറയണം എന്താണെന്നറിയോ? ഒരു കാര്യം പറയട്ടെ, ഉള്ളിൻ്റെ ഉള്ളു നിങ്ങൾ പറഞ്ഞപ്പോ
ആ വാതിനിടയിൽ പേരോട് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? അപ്പൊ പെങ്ങളെ, നിങ്ങൾ വിചാരിക്കോ നിങ്ങളുടെ സ്വർണം മേടിക്കണില്ലേ പള്ളി പണിയാ, നിങ്ങളുടെ പൈസ മേടിക്കുന്നില്ലേ പള്ളി പണിയാൻ? പെങ്ങളെ, നിന്നെ ചവിട്ടിത്താത്തിയത് കൊണ്ടില്ല, നിന്നെ ആദരവ് വെച്ചത് കൊണ്ടാ, നിന്നെ മനസ്സുള്ളപ്പോ നാട്ടുകാരുടെ മുന്നിൽ നാട്ടിക്കാതിരിക്കാനാ, അതുകൊണ്ടാണ് നിനക്ക് സുരക്ഷിതത്വം എന്നതാൻ. സ്വർണം മേടിക്കാനുള്ള അടവാണെങ്കിൽ ഒരു കയ്യിൽ മടക്കി പിടിച്ച കായും മറുകയിൽ ലൊക്കത്ത് വെച്ച കുഞ്ഞുമായി പാതിരാത്രി 12 മണിക്കോ 1 മണിക്കോ പാതിരാവാതിന് പെണ്ണ് പോയാൽ പ്രശ്നമില്ല, ഉള്ളിൻ്റെ ഉള്ള പ്രശ്നമില്ല. കാരണം എന്ത്? ആ പെങ്ങളുടെ സ്വർണം വേണോ, അവരുടെ മാല വേണോ, അവരുടെ അരയാഭരണങ്ങൾ വേണം. നട്ടുച്ചക്കല്ലാന്റെ പള്ളിയിൽ കയറിയാൽ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമമെന്ന് പറയുമ്പോ എവിടെയാ നിങ്ങളുടെ ഇരട്ടത്താപ്പ്? അറിയോ നിങ്ങൾക്ക് കോഴിക്കോടിന്റെ മണ്ണില് ഇടിയങ്ങര മക്കാമില്ലയോ? പേരിന്റെ വാലറ്റത്തെ ദാരിമി ബിരുദം വെക്കുന്നവരെ നിങ്ങളുടെ വരുമാന മാർഗമുള്ള ഇടിയങ്ങര മക്കാമില്ലേ? അപ്പവാണിപ നേർച്ച നടക്കുന്നുണ്ട്. എന്താ അപ്പവാണിപ നേർച്ച? കണ്ണുവേദന ഉള്ളോ കണ്ണപ്പം, മൂക്ക് വേദന ഉള്ളോ മൂക്കപ്പം, കാലുവേദനയാണോ കാലപ്പം ഉണ്ടാക്കി കൊടുക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിച്ചോ എയ്ഡ്സ് രോഗം ഒന്നും അവിടെ വരാതിരിക്കട്ടെ. കാരണം അവൻ ഉണ്ടാക്കി കൊടുക്കണം, അപ്പം കാണാനുള്ള ഗഡ്സൊന്നും നമുക്കില്ല. നിങ്ങൾ ആലോചിച്ചോക്കെ അവയവത്തിന്. എന്നിട്ട് അവിടെ എങ്ങനെ അപ്പം ഉണ്ടാക്കി കൊടുക്കുക? ആണും പെണ്ണ് ഇടകലർന്ന് ഔറത്ത് പോലുമില്ല. ഇതൊക്കെ എവിടുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ഉത്തമമായി? എവിടുന്ന ഉള്ളിൻ്റെ ഉള്ളിങ്ങൾക്ക് ഉത്തമമായത്? അതുകൊണ്ട് എല്ലാ ബുയൂത്തവും ഹൗറുല്ലന്നെ എടുക്കണോ? എല്ലാ വിഷയത്തിലും എടുക്കണം. അങ്ങാടി പോകാൻ വേണ്ട, വാതിന് കൊണ്ടുവന്ന് പിരിക്കാൻ കൊണ്ടുവരണ്ട. പുത്തമ്പള്ളി ജാറത്തിലൊക്കെ, വെളിയങ്കോട് ജാറത്ത് നോക്കിയ മൊയിലേര് പെണ്ണിന്റെ തലയിൽ തട്ടം വെച്ചിട്ട് ഷൂ ഊതി കൊടുക്കുക. എന്തേ ഉള്ളിൻ്റെ ഉള്ളില്ലാതെ പോയി? ഹൈവേയിൽ, തിരുവനന്തപുരത്തിന്റെ ഹൈവേയിൽ കൊല്ലം എത്തുന്നതിന് മുമ്പ് പിന്നില്ലേ നിങ്ങളുടെ കുമ്മനം ഹുത്തുബ നടത്തുന്ന, കുമ്മനം പറഞ്ഞ BJPയുടെ അല്ല കേട്ടോ, ഇവിടെ സമസ്തന്റെ പ്രാസംഗിയുണ്ട്. കുമ്മനം 30,000-ന്റെ കുമ്മനം ആള് ഹുത്തുബ നടത്തുന്ന പള്ളിയില്, 11 മക്കാമുള്ള പള്ളിയില്, ഷെയ്ഖ് പള്ളി എന്ന് പറഞ്ഞ വിളിക്കുന്ന പള്ളിയില് വ്യാഴാഴ്ച പെരുമ്പിലാവ് ചന്തയിൽ പോയ പോലെ ആടും കോഴിയും ബഹളും തിരക്കുവാൻ. ഒറ്റ പെണ്ണ് നിസ്കരിക്കണില്ല, ഒറ്റ പെണ്ണ് അള്ളാന്റെ പള്ളി നിസ്കരിക്കണില്ല, അവൾക്ക് നിസ്കാരമില്ല. ഒക്കെ അവിടെ അങ്ങനെ നിൽക്കുക, ജാറം മൂടാൻ, ചരട് കെട്ടിക്കൊടുക്കാൻ, ഊതിക്കൊടുക്കാൻ. ഹിന്ദുവായ സ്ത്രീകളുടെ കൈകളിൽ അവിടത്തെ മുക്രി ചരട് കെട്ടിക്കൊടുക്കാൻ. ഒരു ദീന് പറഞ്ഞു കൊടുക്കാൻ കിട്ടൂല അവരെ. കാരണം എന്താ? എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? നിങ്ങൾ അവിടെ കൊളുത്തണ നിലവിളക്കിനി മക്കാമി വന്ന് കൊളുത്തിക്കോളി, ഇതല്ലേ ഇവർക്ക് പറയാനുള്ള ഇസ്ലാം. അവിടെ നിർത്തിവെച്ച വിഗ്രഹമാണ്, ഇതവിടെ കിടത്തി വെച്ച വിഗ്രഹമുണ്ട്, പൂജിച്ചോളി, ഇതല്ലേ പറയാൻ. നമ്മുടെ പാലക്കാടിന്റെ പ്രോഫ്കോൺ നടന്ന മണ്ണിലെ മലൻഷാ എന്ന് പറഞ്ഞൊരു വലിയ, മലൻഷാ എന്ന് പറഞ്ഞൊരു വലി, ആ വലിയുടെ അടുക്കലേ ഇവിടെ നിന്ന് നമ്മുടെ ഭാഗത്ത് ഇപ്പം ഞങ്ങളുടെ സുഹൃത്ത് ഇവിടുത്തെ പന്നിത്തറ യൂണിറ്റിലെ അലിക്കാട് ഉൾപ്പെടെയുള്ള കുറച്ച് ആൾക്കാർ പഴയ ജാഹലിയ കാലഘട്ടത്ത് സിയാറത്തിന് പോയതാണ്. അപ്പം മലൻഷേത്തെ ഉസ്താദ് പറഞ്ഞു അപ്പുറത്തൊരു അമ്പലമുണ്ട്, അവിടെ പോയി പൂജ ചെയ്തിട്ട് വരണം. അപ്പൊ അദ്ദേഹം പറയാം, മനസാക്ഷി കുത്തുകൊണ്ട് ആ പൂജാരിയോട് പറഞ്ഞ് ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പൊ പൂജാരി പറഞ്ഞു തിരിഞ്ഞിരുന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞോ. അപ്പൊ മുപ്പരനോട് പറയാൻ, ആ പൂജാരിക്കുള്ള ഈമാൻ കൂടും പള്ളിത്തെ മൊയിലേർക്കില്ല. ഇതല്ലേ സത്യം? ഈ മക്കാമുകൾക്ക് സ്ത്രീകൾ എങ്ങനെ അഴിച്ചുവിടുക? നാഗൂർ, അജ്മീർ, ഏർവാടി, മുത്തപ്പേട്ട, പുത്തമ്പള്ളി തുടങ്ങിയ മക്കാമുകളുടെ ലിസ്റ്റുകൾ നിങ്ങൾ എടുക്കുമ്പോ അവിടെ ഉള്ളിൻ്റെ ഉള്ള പ്രശ്നമല്ല. സ്ത്രീകളുടെ പിരിവ് നടത്തുമ്പോ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഏത് പ്രസംഗം വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ. ഏലംകുളത്തുകാരൻ റഷീദ് സഖാഫിയില്ലേ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിലോ അദ്ദേഹം പറയാറുള്ളൊരു കമന്റ് ഉണ്ട്, വലത് കൈ ഇടത് പോക്കറ്റിലിട്ട് കിട്ടാവുന്നിടത്തോളം നിങ്ങൾ വാരിക്കോ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വിട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിരിക്കാൻ വിട്ടപ്പോ സ്ത്രീകൾ അവരുടെ കാതാഭരണങ്ങൾ പറിച്ചോരി ആ തുണിയിലെ രക്തത്തിന്റെ അടയാളം ഉണ്ടായിരുന്നെന്നാണ്. ഇതും പറഞ്ഞിട്ട് പിരിക്കാൻ വിടാൻ നമ്മുടെ ആ ഹദീസിനെ തള്ളി പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞു ആ ഹദീസ് ഉള്ളതാണ് എവിടെ? സ്വഹീഹ് മുസ്ലിമിലാണ്. പ്രിയമുള്ളവരെ, എവിടെയാ ഹദീസ്? പെരുന്നാൾ നിസ്കാരം. പ്രവാചകൻ മുസല്ലയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. അനന്തരം സ്ത്രീകളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു, അവരോട് സ്വതക്ക കൊണ്ട് കൽപ്പിച്ചു. അത് വാങ്ങാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചപ്പോ സ്ത്രീകൾ അവരുടെ കാതാഭരണങ്ങൾ പറിച്ചൂരിയപ്പോ ആ തുണിയിൽ രക്തത്തിന്റെ അടയാളം ഉണ്ടായിരുന്നു.
ഇനി സമസ്തയുടെ വിശ്വാസപ്രകാരം പെരുന്നാൾ നിസ്കാരം പള്ളിയിലാണെങ്കിൽ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസിന് എന്തെങ്കിലും അർത്ഥം പറയാ? ഏയ്, എന്താ അർത്ഥം പറയാ? ഇത് പിരിവിന് പകുതി മാത്രം മുറിച്ചാ പോരല്ലോ, ഹദീസ് മുഴുവനായി എടുക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഹദീസുകളുടെ നെസ്സുകൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന്റെ പള്ളിയിൽ അവന്റെ അഭയാർത്ഥികൾക്ക് സ്ഥാനമുണ്ടെന്നാണ്. അതിനെ തടയാനോ അതിനെ തടുക്കാനോ ആർക്കും അധികാരം തന്നിട്ടില്ല. എന്നാ പുരുഷനെ പോലെ പള്ളി അവർക്ക് നിർബന്ധമില്ല. ഇതല്ലേ അധ്യാപനങ്ങളിലൂടെ തന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധേയമായിട്ട് പറയാൻ, റമദാൻ പടിവാതിൽക്കലൂടെ വന്നു നിൽക്കാൻ. ഈ സാഹചര്യത്തിലെ നാട്ടിലെ പല ഫിത്നകളും ഇനി പൊട്ടിപ്പുറപ്പെടാൻ, റമദാനിൽ ഇഫ്താറുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ജനങ്ങളെ ഗൗരവത്തോടുകൂടെ കാതോർക്കണേ. ലാ യസാലുൻ നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്റ. മനുഷ്യൻ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുമ്പോഴെല്ലാം അവൻ നന്മയിലേ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അഥവാ നോമ്പ് തുറക്കാനുള്ള സമയമായാൽ കൃത്യമായ സമയങ്ങളിലൂടെ നോമ്പ് തുറക്കണമെന്നാണ്. അതിനെ പിന്തിപ്പിക്കാൻ പാടില്ല. അത് വേദക്കാരുടെ സ്വഭാവമാണ്. നിങ്ങൾ അതിനെ ചെയ്യാൻ പാടില്ല. ധൃതി കാണിക്കണമെന്ന കൃത്യസമയം നിങ്ങളിലൂടെ സമാഗതമായോ ആ സമയത്ത് നിങ്ങൾ നോമ്പ് തുറക്കണേ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? നമ്മുടെ നാട്ടില് സലഫി പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പുറത്ത് എന്ത് ചെയ്യുക, സമസ്തന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുക. എന്നിട്ട് കുറ്റം ആർക്കാ പറയാൻ? കണ്ടോ, വഹാബികൾ നേരത്തെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പും ഫസാദാക്കി. നിങ്ങൾ ആലോചിച്ചത് വിവരമില്ലാത്ത കാലഘട്ടം ഒന്നുമില്ലല്ലോ. ഇവിടുത്തെ കുന്നംകുളം സോൺ സമയം എപ്പോഴാണ്? നെറ്റിൽ പരിശോധിച്ചോക്ക്. കറക്റ്റ് അസ്തമനത്തിന്റെ സമയം ഏതാണ്, ബാങ്ക് കൊടുക്കേണ്ട സമയം ഏതാണ് നെറ്റിലുണ്ട്. സമസ്തന്റെ പള്ളിയിൽ സൂക്ഷ്മതയുടെ 5 മിനിറ്റ്. അതാരാ പഠിപ്പിച്ചേ? എന്നിട്ട് കൊല്ലത്തുനിന്ന് മൊയിലാരി പ്രസംഗിച്ചു. അതൊരു 10 അജണ്ടയുടെ ക്ലോക്ക് വാങ്ങിയാൽ 10 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ആ 10 ക്ലോക്കിൽ സമയം വ്യത്യസ്തമായി കാണൂലേ? അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി സമയം കുറച്ച് അധികം എടുക്കാം. മൊയിലാരെ ക്ലോക്ക് സമയം തെറ്റിയ മുന്നിക്കല്ലൂടെ പിന്നിക്കല്ല വരിക. ഏയ്, ക്ലോക്കിന്റെ സമയം തെറ്റിയ സൂചി മുന്നിക്കോട് ചെയ്യുക. നമ്മൾ ആലോചിച്ചൊക്കെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി പറഞ്ഞത് സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണം. ആ വിഷയത്തില് 1-2 ഹദീസുകൾ പറയാൻ നോക്കണേ. നിങ്ങൾ ആരാ ഹദീസുകൾ കോട്ട് ചെയ്തെന്നറിയോ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് റിയാദുസ് സാലിഹീനിലൂടെ കാണാ 1234 ഹദീസാണ്. നോക്കണേ നിങ്ങൾ. വൻ അബി അത്തിയ റളിയല്ലാഹു അൻഹു ഖാല, അബി അത്തിയ റളിയല്ലാഹു അൻഹു പറയാൻ, ദഖൽതു അന വ മസ്റൂഖ് അലാ ആയിഷ, ഞാനും മസ്റൂഖും കൂടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലാൻ. അവരോട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവർ 2 ആളുകളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. ഒരാള് മഗ്‌രിബിന്റെ സമയമായാൽ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നു, പെട്ടെന്ന് നിസ്കരിക്കുന്നു. മറ്റൊരാൾ നോമ്പ് തുറക്കാൻ പിന്തിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ആയിഷ ബീവി പറഞ്ഞു, ധൃതി കാണിച്ച ആള് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. ആ ചര്യയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതെന്നാ. റസൂലുള്ളാഹിന്റെ ചര്യയും അതാ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി സമയം മാറ്റി വെക്കണ്ട. സമയമായോ ഉടനെ നോമ്പ് തുറക്കണമെന്നാണ്. അതേ റിയാദുസ് സാലിഹീനില് വീണ്ടും കാണാം 1237 ഹദീസാണ്. അബി ഇബ്രാഹിം അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ നോമ്പുകാരനാണ്. ഫലമ്മാ ഉറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചതായ സന്ദർഭങ്ങളിലൂടെ കാലലി ബാദിൽ ഖൗമി, ചില ആളുകളോട് പറഞ്ഞു, യാ ഫുലാൻ അൻസിൽ, നീ ഒന്നിറങ്ങ്. എന്നിട്ടോ ഫജിദഹ്, നീ അതുകൊണ്ട് മാവ് കലക്കിയ വെള്ളമുണ്ടാക്കിത്ത, നോമ്പ് തുറക്കാനുള്ള മാവുണ്ടാക്കിയ വെള്ളമുണ്ടാക്കിത്ത. ആ മനുഷ്യൻ പറഞ്ഞു, ഒന്നുകൂടെ സമയമായിക്കോട്ടെ, ഒന്നുകൂടെ അസ്തമനമായിക്കോട്ടെ. അള്ളാന്റെ ഹബീബ് വീണ്ടും തിരിച്ചു കൊടുക്കുക, ഇറങ്ങി നീ നോമ്പ് തുറക്കാനുള്ള വെള്ളമെടുക്ക്. ആ മനുഷ്യൻ പിന്നെ പറയാ, സമയമായിക്കോട്ടെ നബി, ഒന്നുകൂടെ അസ്തമനായിക്കോട്ടെ. ഒരു സൂക്ഷ്മത ഇല്ലേ? അള്ളാന്റെ റസൂലിന്റെ സമയമായ ഉടനെ നോമ്പ് തുറന്നോളണം. സൂക്ഷ്മതക്ക് വേണ്ടി 5 മിനിറ്റ് കൂട്ടിക്കാന്നാൽ
ആരാ നമ്മളോട് പഠിപ്പിച്ചത്? അതുകൊണ്ട് സമയമായോ സമയമായോ ഉടനെ നോമ്പ് തുറക്കുന്ന അവസ്ഥകളിലേക്ക് മാറുക. ഇല്ലാത്ത ആചാരങ്ങളും ഇല്ലാത്ത അനുഷ്ഠാനങ്ങളും മതത്തിൻ്റെ മേലെ കൊണ്ടുവരരുത്. വളരെ സ്വതന്ത്രമായൊരു ദീൻ, അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ അള്ളാഹു പഠിപ്പിച്ച ദീൻ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും എൻ്റെ വക ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു സൂചിപ്പൊട്ട് കാര്യം പോലും അള്ളാഹിൻ്റെ ദീനിൽ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ആ പൂർത്തീകരിച്ച ദീനിനെ മുറുകെ പിടിക്കാൻ ഇതിന്റെ അവസാനത്തിലൂടെ കിടക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, പേരോട് പറഞ്ഞൊരു ഹദീസ് കൂടെ ഉദ്ധരിച്ചുകൊണ്ട് കിടക്കാ. ഒരു ബിദ്അത്തുകൾ ഒരാൾ ചെയ്തു പോയാൽ, ഒരു ബിദ്അത്ത് ഒരാൾ ചെയ്തു പോയാൽ അവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. ഫർളും വലാ സുന്ന, അവന്റെ ഫർള് അല്ലാഹുക്ക് വേണ്ട, അവന്റെ സുന്നത്ത് അല്ലാഹുക്ക് വേണ്ട. ഹജ്ജം വലാ ഉംറ, അവന്റെ ഹജ്ജ് വേണ്ട, അവന്റെ ഉംറ വേണ്ട. വലാ ശൈഅ, ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ചു തന്ന ദീനില്ലയോ, ആ ദീനിന്റെ പാതയിലൂടെ സഞ്ചരിച്ചോ. അതിലൊന്നും നിങ്ങളെ പുതുതായി കൊണ്ടുവരല്. ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയങ്ങളിലോട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ മതമായിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതാണ് ഇന്നും ദീന്. അന്ന് മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ ഫലാ യകൂനുൽ യൗമ ദീനാ, അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹി കാലഘട്ടങ്ങളിലൂടെ ഒരു കുത്തറാത്തീബില്ലെങ്കിൽ ഇന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് ചാടിക്കളിക്കുന്ന ഷാദുലിറാത്തീബില്ലെങ്കിൽ ഇന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് ഹാഹു ഹി ഹൈ എന്ന് പറയുന്ന ദിക്റുകളില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, അന്ന് ലോകത്തിന്റെ ഉമ്മഹാത്തുകൾ പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഇന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നുള്ള ദീനിനെ ഇന്നും മുറുകെ പിടിക്കാ, ആ യഥാർത്ഥമായ ദീനിലൂടെ സഞ്ചരിക്കാ. അതുകൊണ്ട് തന്നെ പേരോട് ഇവിടെ പറഞ്ഞില്ലോ, ഉറൂസുകൾ നടന്നോട്ട്, 75 തങ്ങന്മാരെ നിരത്തിക്കോട്ട്, 75 പണ്ഡിതന്മാരെ നിരത്തിക്കോട്ട്, 75 ആനകളെ നിരത്തിയിട്ടോ ഹറാമിലേക്ക് പോകണ്ട. പേരോടെ ഒരു കാലം നിങ്ങൾ മറന്നോ? അന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചില്ലേ, ആനക്കെന്താ ദീനിലൂടെ തെളിവെന്ന് ചോദിച്ചപ്പോ ആന ഹറാമാണോ കൊട്ട് ഹറാമാണോ എന്ന് ചോദിച്ച നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നില്ലേ? തിരുത്തേണ്ടി വന്നില്ലേ? ചേറ്റുവയിൽ ആന കുത്തിക്കൊന്ന സംഭവം പറഞ്ഞിട്ടോ പേരോട് പറയാ, അങ്ങനത്തെ ഹറാമൊന്നും വേണ്ട, അല്ലാത്തതൊക്കെ നടന്നോട്ടെ. അറിയോ, നിങ്ങൾ കാണും പെണ്ണും ഇടകലറ് നടക്കുന്നുണ്ടോ? ഇസ്ലാം പഠിപ്പിക്കാത്തതാ ഈ നടക്കുന്ന അനാചാരമായ ഉറൂസുകളെങ്കിൽ നമ്മൾ പറയുന്നു വേണ്ട വേണ്ട. അറിയോ, നിങ്ങൾക്ക് കരിമരുന്നാവാമെന്ന് ഫത്വ എഴുതിയരാ ഈ സമസ്തക്കാരൻ ന്യായം പറഞ്ഞു. നേർച്ചപ്പനമ്പലൂടെ അണുക്കൾ വ്യാപിക്കുമ്പോ അവയെ കൊന്നുകളയാൻ കരിമരുന്ന് പ്രയോഗം നല്ലതാണെന്ന് എഴുതി വെച്ചില്ലേ നിങ്ങള്? എഴുതി വെച്ചില്ലേ നിങ്ങള്? കൊട്ടും വിളിയും എഴുതി വെച്ചവരല്ലേ നിങ്ങള്? നേർച്ചയും ചില അപവാദങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിലാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ തിരുത്തേണ്ടി വന്നില്ലേ? മാറേണ്ടി വന്നില്ലേ? പ്രിയമുള്ളവരെ, നമുക്ക് വേണം ഒരു ദീനിന്. മുത്ത് റസൂലിന്റെ ദീന, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ദീന, ശിർക്കില്ലാത്ത ദീന, ബിദ്അത്തില്ലാത്ത ദീന. ബിദ്അത്തുകാരന്റെ അമൽ സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, നോക്കണേ, അവന്റെ തൗബ അള്ളാഹ്ക്ക് വേണ്ട, അവന്റെ തൗബ റബ്ബ് സ്വീകരിക്കൂല. മാത്രമാണോ, നാളെ അള്ളാന്റെ ഹബീബ് ഹൗദുൽ കൗസർ മുക്കി കൊടുക്കുമ്പോ പ്രവാചകൻ ഇതാ അവർക്കിടയിൽ അല്ല മറിയിട്ട് കൊടുക്കുകയാ. അള്ളാന്റെ റസൂല് വിവരമറിയുമ്പോ ഇവരെ ബിദ്അത്തുകാരെന്ന് മനസ്സിലാക്കുമ്പോ മുത്ത് റസൂല് പറയില്ല സുഹ്കൻ സുഹ്കാ, ദൂരെ പോ ദൂരെ പോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിയോടിക്കുമെന്ന ബിദ്അത്തുകാരെ ഹൗദുൽ കൗസറില്ല. അവരുടെ പര്യാവസാനം കത്തിയാളുന്ന നരകമാ. റസൂലുള്ളാഹിന്റെ
തന്റെ മുഖം ചുവന്നു തുടിക്കുമാറോ ഖുത്ബകളിലൂടെ പ്രവാചകൻ പറയാറുള്ളത് ആ ബിദ്അത്തുകൾക്കെതിരെയാണെങ്കിലോ അതിന്റെ പര്യവസാനം നരകമാണെങ്കിലോ വേണ്ട, ബിദ്അത്ത് കൊണ്ടുവരില്ല എന്ന് തീരുമാനിക്കാൻ. എല്ലാ ബിദ്അത്തും നമ്മുടെ നാട്ടിൽ സുന്നത്തില്ല. മുത്തറസൂല് പറഞ്ഞു മാമിൻ ഉമ്മത്തിൻ ഇബ്തദഅത് ബഅദ നബിഹാ ഫീ ദീനിഹാ ബിദ്അ ഇല്ലാ അല്ലാഹു മിസ്ലഹാ മിനസ് സുന്ന. ഏതൊക്കെ സമുദായം അവരുടെ പ്രവാചകന്മാരുടെ കാലശേഷം ബിദ്അത്ത് കൊണ്ടുവന്നോ സുന്നത്തിനെ അവർ തകർത്തിട്ടല്ലാതെ ഇല്ല. പ്രിയമുള്ളവരെ, നിബിധനം കൊണ്ടുവന്നപ്പോ റസൂൽ ജനിച്ചതിന്റെ പേരിൽ തിങ്കളാഴ്ച നോമ്പെടുക്കുക, ആ സുന്നത്ത് കയ്യിന്ന് പോയി. ബറാത്ത് രാവിന്റെ നോമ്പ് കൊണ്ടുവന്നപ്പോ വെളുത്ത വാവെന്ന അയ്യാമുൽ ബീദിന്റെ നോമ്പ് കയ്യിന്ന് പോയി. കണ്ണിയത്ത് ഉസ്താദ് വരെ ഫത്താവൽ കുബറയിൽ ഇബാറത്തെടുത്ത് ഉദ്ധരിച്ചു പറഞ്ഞു അന്ന് പ്രത്യേകമായി നോമ്പ് വെളുത്ത വാവിന്റെ നോമ്പാണ്, ബറാത്തിന്റെ പ്രത്യേകതയല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മൾ ബറാത്തിന്റെ നോമ്പെടുത്തു, സുന്നത്തിന്റെ നോമ്പെടുത്തില്ല. മുത്തനബി പറഞ്ഞു ബിദ്അത്ത് വന്നാൽ സുന്നത്ത് തകരുമെന്നാണ്. നമ്മൾ അവിടെയാ ഉള്ളത്. പ്രിയമുള്ളവരെ, വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട, പഠിക്കുക. ഒന്നില്ലെങ്കിൽ നോക്കേ, ഈ കേരളം വിട്ടൊന്ന് സഞ്ചരിച്ചാൽ കാണാം, ഇസ്ലാമിക ലോകത്തെ അറബ് രാജ്യത്തെ എല്ലാ പള്ളികളിലും മുസല്ലൻ നിസായില്ലേ. അതുകൊണ്ട് ഇനി ആ പള്ളിയിൽ പെണ്ണുങ്ങൾ കയറുന്നുണ്ട്, നിന്റെ കൂടെ ഇടകാല വന്നിട്ടല്ലല്ലോ നിസ്കരിക്കുന്നേ, അവർക്ക് വേറെ പാകാൻ. അവർ നിർബന്ധിച്ചു വരണമെന്ന് പറഞ്ഞില്ലല്ലോ, അവർ വന്നാൽ അവരെ തടയാൻ അധികാരമില്ല. അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. പുറത്ത് യാത്രക്കാരികളായ സ്ത്രീകളുടെ ബോർഡ് വെച്ചതല്ല. നിങ്ങളുടെ കാന്തപുരം ബഹ്റൈനിലെ അറാദ് പള്ളിയിലെ സ്ത്രീകൾക്ക് ഇമാമായി നിസ്കരിച്ചില്ലേ, മൂപ്പർക്കുള്ളിൻ്റെ ഉള്ള പ്രശ്നമായില്ലേ, ആ പള്ളി മൂപ്പർക്ക് വിലക്കപ്പെട്ടില്ലേ, പിന്നെ നാട്ടുകാർ മാത്രം കയറാൻ പാടില്ല, ഉസ്താദുമാർക്കും ഷെയ്ഖുനമാർക്കും കയറാന്ന് പറയുമ്പോൾ അതൊരു കള്ളത്തരമില്ലേ? പ്രിയമുള്ളവരെ, ഇവർക്ക് വേണ്ടത് ദുനിയാവല്ല. നിങ്ങൾ മനസ്സിലാക്ക്, നബിയോട് സ്നേഹമല്ല, നബിയുടെ മുടിയുടെ പേര് പറഞ്ഞിട്ട് 40 കോടിക്ക് വേണ്ടി വിൽപ്പന നടത്തിയവരാ ഇവിടെ കച്ചവടം ചെയ്തത്. പൊടിക്ക് വേണ്ടി കച്ചവടം ചെയ്തവരാൻ, മുടിക്ക് വേണ്ടി കച്ചവടം ചെയ്തവരാ. ഒന്നിനും സനദില്ല, മുടിക്ക് സനദില്ല, പൊടിക്ക് സനദില്ല, ചട്ടിക്ക് സനദില്ല. അവസാനം ആ മർക്കസിൽ നടത്തിയ കോഴ്സിനും സനദില്ല, വിദ്യാർത്ഥികളെയും പറ്റിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഇവർക്ക് ദുനിയാവാൻ ആഖിറമല്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ ഷിയ ചിന്താഗതികളിൽ നിന്ന് രക്ഷപ്പെട്ട് യഥാർത്ഥമായ സുന്നികളായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രമാണങ്ങളിൽ നിന്ന് വസ്തുതകളെ പഠിക്കുക. ഖുർആൻ എന്താണോ പറഞ്ഞത്, ഹദീസുകൾ എന്താണോ പറഞ്ഞത്, ഇമാമിങ്ങൾ എങ്ങനെയാണോ വിശദീകരിച്ചത്, അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. പണത്തിൻ്റെയും പ്രമാണിമാരുടെയും പിന്നാലെയല്ല, പ്രമാണങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കാൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ഈ സംസാരം ശ്രവിച്ചവരോടും വ്യത്യസ്തമായ ചിന്താഗതികളോട് കേട്ടവരോടും റെക്കോർഡ് ചെയ്തവരോടും മറുപടി പറയുന്നുവെങ്കിൽ സ്വാഗതാർഹമാണ്. കേൾക്കുന്നുവെങ്കിൽ ആളുകൾക്ക് ആ മറുപടി കൂടെ കേൾക്കാം. ഹക്കുകളെ തീരുമാനിക്കാം. ഖബറിൽ അവനവൻ ഒറ്റക്കാണ് എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. ആഖിറത്തിൽ നമ്മൾ ഒറ്റക്കാൻ എന്ന ബോധ്യത്തോടുകൂടെ റബ്ബിൻ്റെ മാർഗത്തിൽ ജീവിക്കുക. അള്ളാഹുവെ അനുഗ്രഹിക്കണേ നാഥ. കത്തിയാള നരകത്തിൻ്റെ വിറകുകളാക്കി മാറ്റുന്ന നാഥ, നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് ചേരാനുള്ള ഭാഗ്യം തന്ന് നീ അനുഗ്രഹിക്കണേ നാഥ. ربنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. السلام عليكم ورحمة الله وبركاته.